Good afternoon all. എല്ലാവർക്കും വോയിസ് ഓൺ അല്ലേ? നമുക്ക് വിഷയാട്ടോ. അതായത് നമുക്ക് സ്റ്റാർട്ടിങ്ങും ലാസ്റ്റ് ടൈമിലൊക്കെ നമുക്ക് ഓപ്പൺ ആയിട്ട് തന്നെ എന്തെങ്കിലുമൊക്കെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ആർക്കെങ്കിലും എന്നെ പരിചിതമാണോ? ഏതെങ്കിലും ക്ലാസ്സിലൊക്കെ കയറിയവരുണ്ടോ? ആദ്യമായിട്ടാണോ? മറ്റേതെങ്കിലും കോഴ്സ് ആർക്കും പരിചയമില്ല? എന്റെ പേര് സോളി. നിങ്ങൾ വോയിസ് അൺമ്യൂട്ട് ആണല്ലോ. ഓൾറെഡി എന്തെങ്കിലുമൊക്കെ സംസാരിക്കാട്ടോ. ഫസ്റ്റ് ടൈമില് അല്ലെങ്കിൽ ക്ലാസ് എടുത്ത് എന്തെങ്കിലും കുറച്ച് ടൈം നിങ്ങൾക്ക് സംസാരിക്കാനുള്ള അൺമ്യൂട്ട് ഓപ്ഷൻ ഉണ്ട്. സോ ആ ടൈമിലൊക്കെ ഡിസ്കസ് ഒക്കെ ചെയ്യാം. ക്ലിയർ ആവുന്നില്ല? വോയിസ് വർക്കിംഗ് ആണോ? നിങ്ങളുടെ വോയിസ് വർക്കിംഗ് ആണോ? അൺമ്യൂട്ട് ആണോ? കുറച്ചു പേരില് എസും കുറച്ചു പേരില് നോയും ആണല്ലോ. ഞാൻ പറയുന്നത് കേൾക്കാൻ സാധിക്കുന്നുണ്ടോ? കേൾക്കാൻ സാധിക്കുന്നുണ്ട്. എനിവേ, എന്തായാലും എന്റെ പേര് സോളി. സ്റ്റാർട്ടിങ്ങിൽ അത് കുറച്ച് ദിവസമായാലേ 2 ദിവസമായാലും നിങ്ങൾ കയറി തുടങ്ങിയിട്ട്. എന്തായാലും പുതിയ വിദ്യാഭ്യാസം സാറ് മാത്രമാണ് കണ്ടേക്കുന്നത് അല്ലെ. നമുക്ക് പുതിയതായിട്ട് ഒന്നിച്ച് തന്നെ മൂവ് ചെയ്യാം. കുറച്ച് ചാപ്റ്റേഴ്സ് നമുക്ക് ഒന്നിച്ച് പോകേണ്ടതുണ്ട്. അതായത് ചില പോർഷൻസ്, ചില ചാപ്റ്റേഴ്സ് ഒക്കെ ഇച്ചിരി വലുതാണ്, ചെറിയ ചാപ്റ്റേഴ്സും ചിലതുണ്ട്. സോ ഞാൻ ഒരു ചെറിയ ചാപ്റ്റർ ആയിട്ടാണ് വന്നിരിക്കുന്നത്. എന്തായാലും ക്ലാസ് എടുക്കുമ്പോൾ എന്തെങ്കിലും ഡൗട്ടുകളോ അല്ലെങ്കിൽ സ്പീഡായിട്ട് പോവുകയോ വോയിസിന് എന്തെങ്കിലുമൊക്കെ പ്രോബ്ലം ഒക്കെ ഉണ്ടെങ്കിൽ മെസ്സേജ് അയക്കാം. ഏതെങ്കിലും തരത്തിലൊക്കെ ക്ലിയർ ആവുകയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീണ്ടും ഒന്ന് റിപ്പീറ്റ് ചെയ്തൊക്കെ പോവാം. പരമാവധി അൺമ്യൂട്ട് ആവുന്ന സമയത്തൊക്കെ നിങ്ങൾ സംസാരിക്കാട്ടോ. അപ്പൊ നിങ്ങൾക്ക് എന്താ പറയാ, ഫ്രീ ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്യാലോ. ഇപ്പോ ഞാൻ സ്റ്റാർട്ടിങ്ങിലൊക്കെ അൺമ്യൂട്ട് ആക്കിയിട്ടുണ്ട്. ക്ലാസ് തുടങ്ങുന്ന ടൈമിൽ മാത്രമാണ് ഞങ്ങൾ മ്യൂട്ട് ആക്കിയിട്ട് ക്ലാസ് തുടങ്ങിയുള്ളൂ. അതിന് ശേഷം നിങ്ങൾക്ക് ഡിസ്കഷനൊക്കെ തരുന്ന സമയത്തും അൺമ്യൂട്ട് ആക്കുന്നുണ്ട്. അപ്പോ ആ സമയത്തൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംസാരിക്കണമെങ്കിൽ സംസാരിച്ചു പോകാവുന്നതാണ്. ഓക്കെ, അത് ക്ലിയർ അല്ലേ? അപ്പോ ഞാൻ ഇന്ന് എടുക്കാൻ ഉദ്ദേശിക്കുന്ന ചാപ്റ്റർ ചെറിയ ചാപ്റ്റർ ആണ്. അതായത് നമുക്ക് വലിയ ചാപ്റ്റർ ഉണ്ട്. അപ്പൊ ഏറ്റവും ചെറിയ ചാപ്റ്റർ നോക്കിയിട്ട് തുടങ്ങുന്നത് നമ്മുടെ ഇന്റൻസീവ് കെയർ യൂണിറ്റ് ആണ്. വലിയതിലേക്ക് പോകണ്ടാവല്ലോ എന്ന് ഓർത്തിട്ടാണ്. മാത്രമല്ല പരിചിതമാണ് അല്ലെ എല്ലാവർക്കും. ഹോസ്പിറ്റലിലെ ഇന്റൻസീവ് കെയർ യൂണിറ്റ് എന്നൊക്കെ പറയുമ്പോൾ ചില ടൈമിലെങ്കിലും അല്ലെ ആരെങ്കിലും ഇൻ കേസ് നമ്മുടെ കസിൻസ് എങ്കിലും ആ ഒരു ടൈമിലൊക്കെ വരുമ്പോ നമുക്കറിയാം ഒന്നിച്ച് എപ്പോഴും ക്ലാസ് എടുക്കുമ്പോൾ ആ ഒരു സിറ്റുവേഷൻസ് മൈൻഡിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ക്ലാസ് എടുക്കുന്നതോടൊപ്പം തന്നെ ക്യാച്ച് ചെയ്ത് പോകാനായിട്ട് എളുപ്പമാണ്. എനിവേ, എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിലൊക്കെ ചോദിച്ചു പോകാൻ തന്നെ ശ്രമിക്കുക. സ്പീഡ് വരുമ്പോഴോ ഒക്കെ ഉണ്ടെങ്കിൽ അത് ഇൻഫോം ചെയ്ത് പോവാ. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? സ്റ്റാർട്ട് ചെയ്താലോ? അപ്പൊ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് ഇന്റൻസീവ് കെയർ യൂണിറ്റ് അല്ലെ. പൊതുവെ നമ്മൾ ഇന്റൻസീവ് കെയർ യൂണിറ്റിലേക്ക് പോകുന്നത് അത്യാഹിത വിഭാഗത്തിലേക്കൊക്കെ അറിയുന്ന സമയം എന്ന് പറയുന്നത് ഒരു ക്രിട്ടിക്കലി ഉള്ള സ്റ്റേജിലേക്ക് ആവുമ്പോഴാണ് അല്ലെ. പൊതുവെ പേഷ്യൻസ് അല്ലെ ഒരു അത്യാവശ്യം വലിയ കുഴപ്പമൊന്നുമില്ല എങ്കിൽ നമ്മൾ പേഷ്യന്റ് ആയിട്ട് തന്നെ ഡോക്ടറിന്റെ കൺസൾട്ടേഷൻ കഴിഞ്ഞ് പോകും. അതല്ല എങ്കിൽ ഇൻപേഷ്യന്റ് ആയിട്ട് നമ്മൾ അഡ്മിഷൻ എടുക്കും.
അല്ലെ? അത് കുറച്ചും കൂടി ക്രിട്ടിക്കലിക്ക് ആവുമ്പോഴാണ് ഇന്റൻസീവ് കെയർ യൂണിറ്റിലേക്കൊക്കെ റെഫർ ചെയ്യുന്നത് അല്ലെ. സ്വാഭാവികമായിട്ട് നമുക്ക് അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. അത് തന്നെയാണ് നമുക്ക് ഡിസ്കസ് ചെയ്ത് പോവാനുള്ളത്. ചാപ്റ്റർ നിങ്ങളുടെ കയ്യിൽ എല്ലാവരുടെയും കയ്യിൽ നോട്ട്സ് കിട്ടിയിട്ടുണ്ടോ? എല്ലാവരും നോട്ട്സ് ഒക്കെ കിട്ടിയിട്ടുണ്ടോ? കുറച്ച് പേരുടെ കയ്യിലെങ്കിലും കിട്ടിയിട്ടില്ല അല്ലെ. പരമാവധി ഒപ്പിക്കാനായിട്ട് ശ്രമിക്കാം കേട്ടോ. അപ്പൊ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ സ്പെഷ്യൽ നോട്ടുകളൊന്നും തരില്ല. അപ്പൊ അതിന്റെ മുകളിൽ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും നോട്ട് ചെയ്യേണ്ടതുണ്ടെങ്കിൽ ചെയ്തു പോകാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ നോട്ട് ചെയ്യണമെന്ന് പറയുന്നത് ഞാൻ എപ്പോഴും നോട്ട് ചെയ്യാനാ പറയാറ്. അതായത് ആ പോയിന്റ്സ് ഇച്ചിരി കൂടി ഇമ്പോർട്ടന്റ് ആണ് എങ്കിൽ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് പോകാനായിട്ടാണ്. അതിന്റെ മുകളിൽ നിങ്ങൾക്ക് മീനിങ്സ് ഒക്കെ എഴുതിയെടുത്ത് പോകാനായിട്ട് സാധിക്കും. സോ എത്രയും പെട്ടെന്ന് നമ്മൾ നോട്ട്സ് ഒപ്പിക്കുന്നത് നന്നായിരിക്കും. ഓക്കെ. അപ്പോ ഇന്റൻസീവ് കെയർ യൂണിറ്റില് പ്രധാനമായിട്ടും എന്താ പറയുന്നത് നോക്കാം. ഇൻട്രൊഡക്ഷൻ. A unit in a hospital that provides intensive care for critically ill or injured patients, which is operated by specially trained medical staff and has the equipment that allows for continuous monitoring and life support. ഓക്കെ, നമുക്കറിയാം ഇവിടെ ഒരു ഇന്റൻസീവ് കെയർ യൂണിറ്റ് എന്ന് പറയുമ്പോൾ ഒരു ക്രിട്ടിക്കലി ഇല്ലായിട്ടുള്ള അല്ലെങ്കിൽ ഇൻജേർഡ് ആയിട്ടുള്ള അല്ലെ മുറിവ് കാര്യങ്ങളൊക്കെ ഇച്ചിരി ആഘാതത്തിലുള്ള പേഷ്യൻസിനാണ് ആ ഒരു യൂണിറ്റില് കെയർ കൊടുക്കുന്നത് അല്ലെ. അങ്ങനെയല്ലേ ആ പ്ലേസിൽ അങ്ങനത്തെ സാഹചര്യത്തിലല്ലേ ക്രിട്ടിക്കലായിട്ടുള്ള പേഷ്യൻസിനെ അല്ലേ ഇന്റൻസീവ് കെയർ യൂണിറ്റിൽ അഡ്മിഷൻ കൊടുക്കുന്നത് ആണോ? ഓക്കെ, ആ പോയിന്റ് വൈസ് തന്നെ വെച്ച് ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട്. ഏത് തരത്തിലുള്ള പേഷ്യൻസിനാണ് ഇന്റൻസീവ് കെയർ യൂണിറ്റിൽ അഡ്മിഷൻ കൊടുക്കുന്നത്? ഏത് തരത്തിലുള്ള പേഷ്യൻസിനാണ്? അവിടെ ക്രിട്ടിക്കലി ഇൽ ഓർ ഇൻജേർഡ് പേഷ്യൻസിനാണ് ഇന്റൻസീവ് കെയർ യൂണിറ്റിൽ നമ്മൾ അല്ലെ ആ യൂണിറ്റിൽ കെയർ കൊടുക്കാനായിട്ട് അഡ്മിഷൻ കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ ജസ്റ്റ് നോട്ട് ചെയ്യാം. ക്രിട്ടിക്കലി ഇൽ ഓർ ഇൻജേർഡ് പേഷ്യൻസിനാണ് ഇന്റൻസീവ് കെയർ യൂണിറ്റിൽ നമ്മൾ അല്ലെ കെയർ കൊടുക്കാനായിട്ടുള്ള സേവനം പ്രൊവൈഡ് ചെയ്യുന്നത്. That which is operated by specially trained medical staff and has equipment that allows for continuous monitoring and life support. നമുക്കറിയാം ക്രിട്ടിക്കലി ഇൽ പേഷ്യന്റ് ആണെങ്കിൽ അവരുടെ കണ്ടിന്യൂസ് ആയിട്ടുള്ള മോണിറ്ററിംഗ് സേവനം അവിടെ ആവശ്യമാണ് അല്ലെ. കാരണം അവരുടെ എല്ലാ ബോഡിയുടെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ വീക്ക് ആയിരിക്കും അല്ലെ. അതുകൊണ്ടാണ് നല്ല രീതിയിലുള്ള ഒരു മോണിറ്ററിംഗ് സംവിധാനം അവിടെ ആവശ്യമാണെന്ന് പറയുന്നത്. അത് മാത്രമല്ല നമുക്കറിയാം മെഡിക്കലി നല്ല ട്രെയിൻഡ് ആയിട്ടുള്ള സ്റ്റാഫും അവിടെ ആവശ്യമാണ് അല്ലെ. ഇന്റൻസീവ് കെയർ യൂണിറ്റിലുള്ള മെഡിക്കൽ സ്റ്റാഫ് എന്ന് പറയുമ്പോൾ നല്ല ട്രെയിൻഡ് ആയിട്ടുള്ള സ്റ്റാഫുകളായിരിക്കും. അത് മാത്രമല്ല അവിടുത്തെ എക്യുപ്മെന്റ്സ് ഒക്കെ മോണിറ്ററിംഗ് ഒക്കെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന എല്ലാ എക്യുപ്മെന്റ്സും അവിടെ സജ്ജമായിരിക്കും അല്ലെ. ശരിയല്ലേ? അപ്പൊ ക്രിട്ടിക്കലി ഇല്ലാതെ ഇൻജേർഡ് പേഷ്യൻസിനാണ് ഇന്റൻസീവ് കെയർ യൂണിറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. ദെൻ അവിടെയുള്ള സ്റ്റാഫുകൾ എങ്ങനെയുള്ളവരായിരിക്കും? സ്പെഷ്യലി ട്രെയിൻഡ് മെഡിക്കൽ സ്റ്റാഫ്. അതേപോലെ തന്നെ എക്യുപ്മെന്റ്സ് ആണെങ്കിലോ കണ്ടിന്യൂസ് മോണിറ്ററിംഗ് ആൻഡ് ലൈഫ് സപ്പോർട്ട് അല്ലെ. അവിടെ ഇൻ കേസ് നമുക്കറിയാം ശ്വാസം എന്തെങ്കിലും റെസ്പിറേറ്ററി ട്രബിൾസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അറ്റ് എ ടൈമിൽ തന്നെ അവർക്ക് അതിനനുസരിച്ചിട്ടുള്ള സൊല്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യണം അല്ലെ. അപ്പൊ അതിനുള്ള കാര്യങ്ങളൊക്കെ സജ്ജമാക്കിയിട്ടായിരിക്കും ആ യൂണിറ്റ് മുന്നോട്ട് പോകുന്നത്. സോ അതൊക്കെ ഒന്ന് ജസ്റ്റ് അണ്ടർലൈൻ ചെയ്ത് പോവുക. സ്പെഷ്യലി ട്രെയിൻഡ് മെഡിക്കൽ സ്റ്റാഫ് അവിടെ ഉണ്ടായിരിക്കണം. മാത്രമല്ല അലൗസ് ഫോർ കണ്ടിന്യൂസ് മോണിറ്ററിംഗ് ആൻഡ് ലൈഫ് സപ്പോർട്ട് മെഷീൻസ് ഒക്കെ അവിടെ അവൈലബിൾ ആയിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ പേഷ്യൻസ് മേ ബി റെഫേർഡ് either directly from an emergency department or from a ward if their condition rapidly or immediately after surgery if the surgery is very invasive and the patient is at a high risk of complications. ഓക്കെ, വെറുതെ കൊണ്ടുവന്ന ആരും ഇന്റൻസീവ് കെയർ യൂണിറ്റിലേക്ക് കൊണ്ടുപോകില്ല അല്ലെ. നമ്മൾ കണ്ടു ഭയങ്കര ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഈ പേഷ്യൻസിനെയാണ് സാധാരണയായിട്ട് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ് അവിടേക്ക് റെഫർ ചെയ്യുക. ഇൻ കേസ് വാർഡിലൊക്കെ നമ്മൾ പേഷ്യൻസിനെ കൈകാര്യം ചെയ്യുമ്പോൾ അല്ലെ അവരെ ശുശ്രൂഷകൾ കൈകാര്യം ചെയ്ത് കൊണ്ടുപോകുമ്പോഴും ഇങ്ങനത്തെ എമർജൻസി കേസുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും പെട്ടെന്ന് സർജറിക്ക് ചെയ്യുമ്പോൾ വെച്ചും കൂടി അതായത് എന്തെങ്കിലും വേരിയേഷൻസ് ഒക്കെ കുറച്ച് കൂടുതൽ റാപ്പിഡ്ലി അല്ലെ പെട്ടെന്ന് വേരിയേഷൻസ് ഒക്കെ കാണുന്നുണ്ട് എങ്കിലൊക്കെയാണ് ICUയിലേക്ക് റെഫർ ചെയ്യുന്നത്. സോ പേഷ്യൻസ് മേ ബി റെഫേർഡ് ആരൊക്കെ എങ്ങനെയൊക്കെ റെഫർ ചെയ്യാം എന്നുള്ളത് എവിടെ നിന്നൊക്കെ റെഫർ ചെയ്യാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോട്ട് ചെയ്യുക. എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ഓർ എ വാർഡ് ഇഫ് ദർ കണ്ടീഷൻ റാപ്പിഡ്ലി ഓർ ഇമീഡിയറ്റ്ലി ആഫ്റ്റർ സർജറി അല്ലെ. അങ്ങനെ എന്തെങ്കിലും
സർജറിക്ക് കഴിയുമ്പോൾ എന്തെങ്കിലും അക്രമാസത്മകമായ രീതിയിൽ, അതാണ് ഇൻവസീവിന്റെ ആ മീനിങ് പറയുന്നത്. അതായത് കുറച്ച് സാധാരണ രീതിയിൽക്കാൾ കൂടുതൽ എന്തെങ്കിലും വേരിയേഷൻസ് അവര് കാണിക്കുന്നുണ്ടെങ്കിൽ അല്ലെ, അപ്പൊ ആ ടൈമിൽ ടൈമിലൊക്കെയാണ് ഇന്റൻസീവ് കെയർ യൂണിറ്റിൽ പരിചരണം ആവശ്യമായിട്ട് വരുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ ആണോ? വായിച്ചു നോക്കേണ്ടതുണ്ടോ? ഏതെങ്കിലും ഭാഗം നമ്മുടെ ഇൻട്രൊഡക്ഷനിൽ മനസ്സിലാവാത്തതുണ്ടോ? ചെറിയ രീതിയിലൊക്കെ നോട്ട് ചെയ്യാൻ പറ്റുന്ന ഭാഗങ്ങളൊക്കെ നോട്ട് ചെയ്ത് പോവുക. അതിലൊക്കെ തന്നെ ആയിരിക്കും ചോദ്യങ്ങൾ ചോദിക്കുക. നിങ്ങൾക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല, കാരണം ഓപ്ഷൻസ് ഉണ്ടാവും. അതിൽ നിന്ന് തന്നെ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അതായത് നിങ്ങൾ നമ്മൾ 2-3 മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്ത് അല്ലെ, ഏത് രീതിയിലാണ് ക്വസ്റ്റ്യൻ വേണ്ടതെന്നുള്ളത് എന്തായാലും രമ്യ മിസ്സിന്റെയും സാറിന്റെ ഒക്കെ മോക്ക് ടെസ്റ്റിൽ നിന്ന് മനസ്സിലായി കാണും അല്ലെ. അപ്പൊ വളരെ സിമ്പിൾ ആയിട്ടുള്ള രീതിയൊക്കെ തന്നെയാണ്. സോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് പോവുക. എന്താണ് ഇവിടെ, ഏത് തരത്തിലുള്ള പേഷ്യൻസ് ആണ് അഡ്മിഷൻ വരുന്നത്, ഏത് തരത്തിലുള്ള സ്റ്റാഫുകളാണ് അവിടെ വർക്കിംഗ് ആയിട്ട് വരുന്നത്. നമുക്കറിയാം എമർജൻസി ഡിപ്പാർട്ട്മെന്റും അതോടൊപ്പം തന്നെ വാർഡില് അങ്ങനത്തെ കണ്ടീഷൻസ്, പെട്ടെന്ന് ചേഞ്ചസ് വരുന്ന കണ്ടീഷൻസ് ഒക്കെയുള്ള പേഷ്യൻസിനെയാണ് അങ്ങോട്ടേക്ക് റെഫർ ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് യൂണിറ്റ് ഒക്കെ അല്ലെ വളരെ എന്താ പറയാ, അതിൽ കടന്നവർക്കൊക്കെ ഇച്ചിരി എന്താ പറയാ, ഓർമ്മിക്കുകയാണെങ്കിൽ ഇത്തിരി പേടിയുള്ള ഒരു സംഭവമാണ് അല്ലെ. അതേസമയം നമുക്കറിയാം അതൊക്കെ റിക്കവർ ചെയ്ത് വരാനായിട്ട് സ്റ്റേജുകൾ വരുമ്പോൾ നമ്മൾ എന്താണ് ആ സ്ഥലത്ത് അഡ്മിഷൻ എടുക്കേണ്ടി വരുന്നേ ഉള്ളൂ. നമുക്കറിയാം തിരിച്ച് റിക്കവർ ചെയ്ത് വളരെ സ്മൂത്ത് ആയിട്ട് പോകുന്ന പേഷ്യൻസ് ഒക്കെ ഉണ്ട്. തീർച്ചയായിട്ടും നമുക്ക് നെക്സ്റ്റ് ഭാഗത്തേക്ക് പോകാം. Who are cared for in the ICU? ഓക്കെ, ആരൊക്കെയാണ് നമുക്ക് ICUമായി ബന്ധപ്പെട്ട് വരുമ്പോൾ who are cared for in the ICU-ലേക്ക് നോക്കാം. Patients may have a planned admission after surgery and unexpected admission after an accident or be admitted due to a sudden and critical worsening of their health. ഓക്കെ, നമുക്കറിയാം പേഷ്യൻസിന് അല്ലെ ഒരു പ്ലാന്റ് ആയിട്ടൊക്കെ സർജറി നടത്തി കഴിയുമ്പോൾ ചിലപ്പോൾ ബ്ലീഡിങ്ങും കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ അവരുടെ അല്ലെ നമ്മുടെ സാധാരണ രീതിയിലുള്ള പ്രഷർ വേരിയേഷൻ, ഷുഗർ വേരിയേഷൻസ് ഒക്കെ ക്രിട്ടിക്കലി ഒക്കെ ആവുമ്പോൾ നമുക്കറിയാം ഈ ICUലേക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ടതൊക്കെ ആയിട്ട് വരും. അതല്ലാതെ നമുക്കറിയാം ഏത് സമയത്തൊക്കെയാണ് പെട്ടെന്ന് സഡൻ ആയിട്ടുള്ള കുറച്ച് ആക്സിഡൻസ് കേസുകളോ അല്ലെ, അങ്ങനെ ക്രിട്ടിക്കലി നമ്മൾ വഷളായിക്കൊണ്ടിരിക്കുന്ന ഏതെങ്കിലും പ്രത്യേക സാഹചര്യങ്ങളിൽ നിന്ന് വരുന്ന പേഷ്യൻസിനാണ് അഡ്മിഷൻ ഉള്ളത്. Some hospital ICUs specialize in providing care for particular health conditions or injuries that include. നമുക്കറിയാം ചില ICUകൾ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ICUകൾ ഉണ്ട് അല്ലെ, ഓരോ വിഭാഗത്തിന് സെപ്പറേറ്റ്. നമുക്കറിയാം ആ തരത്തിലുള്ള രോഗികളെ മാത്രം കെയർ ചെയ്യാൻ പറ്റുന്ന സജ്ജീകരണങ്ങൾ അവിടെ കൂടുതലായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് അല്ലെ, സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ICUകൾ. അപ്പൊ ഏതൊക്കെ തരത്തിലുള്ള അങ്ങനത്തെ ICUകളൊക്കെ ഉണ്ടെന്ന് ജസ്റ്റ് നോക്കാം. സിവിയർ ബേൺസ് അല്ലെ, ഒരു വളരെ നമുക്കറിയാം എന്താ പറയാ, പൊള്ളലൊക്കെ ഏൽക്കുമ്പോൾ സിവിയർ ആയിട്ട് അതികഠിനമായിട്ട് പൊള്ളലൊക്കെ ഏൽക്കുന്ന പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ ICUയിലേക്ക് നമ്മൾ അഡ്മിഷൻ കൊടുക്കുന്നു. റെസ്പിറേറ്ററി ഫെയിലിയർ അല്ലെ, ശ്വാസമുട്ടല്, ശ്വാസതടസ്സം, അതുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ വരുന്ന പേഷ്യൻസിനൊക്കെ ICUയിലേക്ക് അഡ്മിഷൻ കൊടുക്കേണ്ടി വരുന്നു. കാർഡിയോതൊറാസിക് സർജറി അല്ലെ, നമ്മള് വാൽവുകൾക്കൊക്കെ എന്തെങ്കിലും ഹേർട്ടുമായി ബന്ധപ്പെട്ട അങ്ങനെയുള്ള സർജറിയും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് മാത്രം ICUയിലേക്ക് ട്രീറ്റ്മെന്റ് റെഫർ ചെയ്യുന്നു. കോംപ്ലക്സ് സ്പൈനൽ സർജറി, നട്ടലിന് ക്ഷതം സംഭവിക്കുന്ന ടൈമുകളിലൊക്കെ ICU നമുക്ക് റെഫർ ചെയ്യേണ്ടതായിട്ട് വരുന്നു. മേജർ ട്രോമ, നല്ല എന്തെങ്കിലും ആഘാതം അല്ലെ, ഏതെങ്കിലും തരത്തില് നമ്മുടെ ബോഡിയുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ ഓർഗനൈസ്ക്ക് ബന്ധപ്പെട്ട് നല്ല ആഘാതങ്ങളൊക്കെ ഏർപ്പെട്ട് കഴിഞ്ഞാലും അല്ലെ, അത് ICUയിലേക്ക് ആയിരിക്കും റെഫർ ചെയ്യുന്നത്. സെപ്സിസ് എന്ന് പറയുമ്പോൾ എന്തെങ്കിലും അണുബാധ, ബ്ലഡിലൂടെ അണുബാധയൊക്കെ കയറി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കറിയാം അത് മൊത്തത്തിലെ ആ ബോഡിയെ വീക്കാക്കാനായിട്ടുള്ള സാധ്യതകളുള്ളത് കൊണ്ട് തന്നെ ICU റെഫർ ചെയ്യും. അങ്ങനെ അതേമാതിരി തന്നെ കാർഡിയക് അറസ്റ്റ്, ഹൃദയാഘാതം ഒക്കെ സംഭവിക്കുമ്പോഴൊക്കെ ഇതേമാതിരി തന്നെ ICUയിലേക്ക് അഡ്മിഷനായിട്ട് വേണ്ടി വരും. നമ്മൾ നേരത്തെ പറഞ്ഞ ക്രിട്ടിക്കലി അല്ലെ, അത് അത്തരത്തിലുള്ള കുറച്ച് രോഗാവസ്ഥകളാണ് ഇവിടെ ഡിസ്കസ് ചെയ്തത്. എന്തൊക്കെയാണ്? സിവിയർ ബേൺസ്, റെസ്പിറേറ്ററി ഫെയിലിയർ, കാർഡിയോതൊറാസിക് സർജറി, കോംപ്ലക്സ് സ്പൈനൽ സർജറി, മേജർ ട്രോമ, പിന്നെ ഓർഗൻ ട്രാൻസ്പ്ലാന്റ്സ്, സെപ്സിസ്, കാർഡിയക് അറസ്റ്റ്.
ഓക്കെ ആണോ? എക്സാമ്പിൾസ് ഏതെങ്കിലും നേരത്തെ പറഞ്ഞ ക്രിട്ടിക്കലി ഇൽ ആയിട്ടുള്ള സംഭവങ്ങൾ തന്നെയാണ് ഇവിടെയും ഉദ്ദേശിക്കുന്നത്. അത് ചെറിയ എക്സാമ്പിൾസ് ഒക്കെ കാണിച്ചേ ഉള്ളൂ. ഇത്തരത്തിലുള്ള സ്ഥിതിവിശേഷങ്ങൾ വരുമ്പോഴാണ് നമ്മൾ ICUലേക്ക് അഡ്മിഷനായിട്ട് പോകേണ്ടതായിട്ട് വരുന്നത്. ഓക്കെ, വീണ്ടും കോമൺ ടൈപ്പ് ഓഫ് ICU ആണ്. സ്പീഡ് കൂടുതലായിട്ട് തോന്നുന്നുണ്ടോ? നിങ്ങളല്ലേ കണ്ടിന്യൂ ചെയ്ത് പോകുന്നതിന് തടസ്സമുണ്ടോ? സ്പീഡ് കൂടുതലില്ല, കണ്ടിന്യൂ ചെയ്തോട്ടെ. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്, നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്, അതുകൊണ്ടാണ് ഞാനിത് പോകുന്നത്. അപ്പൊ ജസ്റ്റ് ഇതൊക്കെ ഒന്ന് ഓർത്ത് വെച്ചേക്കാം. ഈ ടൈപ്പിലുള്ള സാഹചര്യങ്ങളിലൊക്കെയാണ് ICUയിൽ അഡ്മിഷൻ വരുന്നത്. ഓക്കെ, വീണ്ടും കോമൺ ടൈപ്പ് ഓഫ് ICU. ഇവിടെ ഇത്തിരി ശ്രദ്ധിക്കേണ്ടതുണ്ട്, കാരണം എപ്പോഴും ക്വസ്റ്റ്യൻസ് അബ്രിവേഷൻ അല്ലെ, അത് MICU സ്റ്റാൻഡ്സ് ഫോർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും രീതിയിൽ ഒരു ചെറിയ അബ്രിവേഷൻ തന്നിട്ടായിരിക്കും നമ്മളോട് അത് എക്സ്പാൻഡഡ് ഫോമിലേക്ക് എഴുതാനായിട്ട് പറയുന്നത്. സോ അത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി തന്നെ പഠിക്കുക. നമുക്കറിയാം വ്യത്യസ്ത തരത്തിലുള്ള ICUകളുണ്ട്. കാർഡിയാക് ഇന്റൻസീവ് കെയർ യൂണിറ്റ് അല്ലെ, അവിടെ ഹൃദയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള ICU ആണ്. അത് നമുക്കറിയാം വലിയ വലിയ ഹോസ്പിറ്റലിലൊക്കെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളുണ്ട് അല്ലെ, ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ചിട്ടൊക്കെ പഠിക്കാനുണ്ട്. അപ്പൊ വിവിധ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് അവിടെ, കാർഡിയോളജി, ന്യൂറോളജി, നെഫ്രോളജി അല്ലെ, എല്ലാ തരത്തിലുള്ള വ്യത്യസ്ത വിഭാഗങ്ങൾ നമ്മുടെ ബോഡിയുമായി ബന്ധപ്പെട്ടുള്ള ഓരോ ഇതിനും വ്യത്യസ്ത ഡിപ്പാർട്ട്മെന്റുകളൊക്കെ ഉള്ള വലിയ വലിയ ഹോസ്പിറ്റലുകളൊക്കെ ഉണ്ടാവും. അപ്പൊ അതിനെല്ലാം സെപ്പറേറ്റ് ICU സെന്ററുകളുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. അപ്പൊ അതിന്റെ ജസ്റ്റ് അബ്രിവേഷൻസ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. കാർഡിയാക് ഇന്റൻസീവ് കെയർ യൂണിറ്റ്, CICU. അപ്പൊ തന്നെ പഠിച്ചു പോകാൻ ശ്രമിക്കാട്ടോ. എന്താണ് ഫസ്റ്റ് വൺ? കാർഡിയാക് ഇന്റൻസീവ് കെയർ യൂണിറ്റ്, CICU. നെക്സ്റ്റ് വന്ന് കാർഡിയോവാസ്കുലർ thoracic intensive care unit. അവിടെ CVTS-ICU ആണ്. അവിടെ പ്രധാനപ്പെട്ടതായിട്ട് പറയുന്നത് നിങ്ങളുടെ എങ്ങനെയാണെന്ന് അറിയില്ല, ഇന്റൻസീവ് സർജറി കെയർ യൂണിറ്റ് അല്ലെ, ഇന്റൻസീവ് കെയർ യൂണിറ്റ്, കാർഡിയോവാസ്കുലർ thoracic സർജറി ഇന്റൻസീവ് കെയർ യൂണിറ്റ്. ഓക്കെ അല്ലേ? കാർഡിയോവാസ്കുലർ thoracic സർജറി ഇന്റൻസീവ് കെയർ യൂണിറ്റ് ആണ് CVTS-ICU. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ നമ്മളെ രണ്ട് പേരുകൾ അബ്രിവേഷൻ അത് മസ്റ്റ് ആയിട്ട് മനസ്സിലാക്കി തന്നെ പഠിക്കേണ്ട, മാറിപ്പോകരുത്. ഫസ്റ്റ് വൺ കാർഡിയാക് ഇന്റൻസീവ് കെയർ യൂണിറ്റ്, അതെല്ലാവർക്കും അറിയാവുന്നതാണ്, CICU. കാർഡിയോവാസ്കുലർ thoracic ഇന്റൻസീവ് കെയർ, അതായത് സർജറി കൂടി വരുന്നുണ്ട് അവിടെ, സർജറി ഇന്റൻസീവ് കെയർ യൂണിറ്റ് ആണ്. അതായത് നമുക്ക് അറിയാം ഹൃദയ സംക്രമണം അല്ലെ, അതിന്റെ ഹൃദയത്തിന്റെ എല്ലാം ഓപ്പൺ ആയിട്ട് ചെയ്തുകൊണ്ട് പോകുന്ന ഒരു thoracic ആയിട്ടുള്ള ഒരു ഇന്റൻസീവ് കെയർ യൂണിറ്റ് ആണ്. ദെൻ ഗാസ്ട്രോ ഇന്റൻസീവ് കെയർ യൂണിറ്റ്. ഗാസ്ട്രോ ഇന്റൻസീവ് കെയർ യൂണിറ്റ് എന്ന് പറയുന്നത് ദഹനേന്ദ്രിയത്തിന് എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമ്പോൾ നമ്മളെ ഗാസ്ട്രോ അല്ലെ, അവിടെ ഗാസ്ട്രോ ഇന്റൻസീവ് കെയർ യൂണിറ്റ് ആണ് ഇത്തരത്തിലുള്ള ക്രിട്ടിക്കൽ ആയിട്ടുള്ള സംഭവങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. ഗാസ്ട്രോ ഇന്റൻസീവ് കെയർ യൂണിറ്റ്, ദഹനേന്ദ്രിയം അല്ലെ, നമ്മളുടെ ദഹന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. വീണ്ടും മെഡിക്കൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ്. ഓക്കെ, മെഡിക്കൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ്, MICU. ഓക്കെ, മെഡിക്കൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ്. അത് സാധാരണ ബോഡിയിലൊക്കെ നമുക്ക് ചിലപ്പോൾ റെസ്പിറേറ്ററി പ്രോബ്ലം ഒക്കെ ആയിരിക്കും. എന്തായാലും മെഡിക്കൽ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെ, അവിടെ അസിസ്റ്റന്റ് നമുക്കറിയാം ആ യൂണിറ്റിലാണെങ്കിൽ അത്യാവശ്യം പൾമണറിയുമായി ബന്ധപ്പെട്ടൊക്കെ ശ്വാസകോശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അത് ഉൾപ്പെടുന്നുണ്ടാവും. അപ്പൊ അതിനൊക്കെ കെയർ കൊടുത്തുകൊണ്ടുള്ള മെഡിക്കൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ്, MICU. നിയോനാറ്റൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ്, അതാണ് നിയോനാറ്റൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ് എന്ന് പറയുന്നത്. എന്താണ്? ശിശുക്കള് അല്ലെ, ജനിക്കുമ്പോൾ ഉണ്ടാവുന്ന കുട്ടികൾക്കുള്ള എന്തെങ്കിലും പ്രത്യേകമായിട്ടുള്ള ഇല്ല അല്ലെ, പെട്ടെന്നുള്ള എന്തെങ്കിലും ക്രിട്ടിക്കലി സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ അത് ഹാൻഡിൽ ചെയ്യാനായിട്ടുള്ള ഒരു സ്പെഷ്യൽ യൂണിറ്റ് ആണ് നിയോനാറ്റൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ് എന്ന് പറയുന്നത്, NICU.
ഓക്കെ, പഠിച്ചുപോകാൻ ശ്രമിക്കുക. ന്യൂറോ ഇനാക്ട് intensive care unit. That neuro intensive care unit. അതും abbreviation NICU ആണ്. അത് നോട്ട് ചെയ്ത് പോവുക. ഓപ്ഷൻസിൽ തരുന്നത് അനുസരിച്ചിട്ട് എഴുതാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, രണ്ട് ഓപ്ഷൻസ് ഒരേപോലെ തരില്ല, അപ്പൊ അത് ശ്രദ്ധിക്കുക. ന്യൂറോ ഇന്റൻസീവ് കെയർ യൂണിറ്റ്. ന്യൂറോ എന്ന് പറയുമ്പോൾ നെർവ് സംബന്ധമായ കാര്യങ്ങൾ, ഞരമ്പ് സംബന്ധമായ ട്രീറ്റ്മെന്റ്, അതിന്റെയൊക്കെ അല്ല ICU എന്തെന്ന് പറയുന്നത് ന്യൂറോ ഇന്റൻസീവ് കെയർ യൂണിറ്റ്. ഓക്കെ, കിട്ടിയോ? അഞ്ചെണ്ണം ഓക്കെ ആയോ? നോട്ട്സ് ഇല്ലാത്തവർക്ക് ഇത് നോട്ട് ചെയ്യേണ്ടതായിട്ട് വരില്ലേ? നിങ്ങൾ നോട്ട് ചെയ്യുന്നുണ്ടോ? ഈ അബ്രിവേഷൻസ് ഒക്കെ ഒന്നിച്ച് പഠിക്കാൻ നിൽക്കാതെ ക്യാച്ച് ചെയ്ത് പോകാൻ ശ്രമിക്കാട്ടോ. ഓക്കെ, നോട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി സ്പീഡ് കുറച്ചത്. മിക്കവാറും കുറച്ച് അല്ലെ അറ്റൻഡ് അധികം താമസമില്ലാതെ തന്നെ നിങ്ങൾക്ക് നോട്ട് കിട്ടുമായിരിക്കും അല്ലെ? ഓക്കെ, നോക്കാം. കാർഡിയക് ഇന്റൻസീവ് കെയർ യൂണിറ്റ്, കാർഡിയോവാസ്കുലർ thoracic സർജറി ഇന്റൻസീവ് കെയർ യൂണിറ്റ്, ഗാസ്ട്രോ ഇന്റൻസീവ് കെയർ യൂണിറ്റ്, മെഡിക്കൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ്, ന്യൂറോ ഇന്റൻസീവ് കെയർ യൂണിറ്റ്. Then sixth one പറയുന്നത് ന്യൂറോ ഇന്റൻസീവ് കെയർ യൂണിറ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. പീഡിയാട്രിക് ഇന്റൻസീവ് കെയർ യൂണിറ്റ്. പീഡിയാട്രിക് ഇന്റൻസീവ് കെയർ യൂണിറ്റ് നമുക്കറിയാം കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള അല്ലെ, ജനിക്കുന്ന നവജാത ശിശുക്കളുടെ അല്ല, ന്യൂനാറ്റിലല്ല, കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഇന്റൻസീവ് കെയർ യൂണിറ്റ്. അതാണ് പീഡിയാട്രിക് ഇന്റൻസീവ് കെയർ യൂണിറ്റ്, PICU. Then സർജിക്കൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ്. സർജിക്കൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ് അതായത് സർജറിക്കൊക്കെ ശേഷം എന്തെങ്കിലുമൊക്കെ പെട്ടെന്ന് ക്രിട്ടിക്കൽ ആവുന്ന ഒരു സാഹചര്യത്തിൽ അല്ലെ, അതാണ് സർജിക്കൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ്. ട്രോമ ഇന്റൻസീവ് കെയർ യൂണിറ്റ്. എന്തെങ്കിലും ആഘാതം അല്ലെ, വലിയൊരു ആഘാതം സംഭവിച്ചതിന് ശേഷം അതെന്താണെന്നും എളുപ്പം അല്ലെ ഓരോ പ്രത്യേക വിഭാഗത്തിൻ്റെതാണ് മനസ്സിലാക്കാൻ പറ്റുന്നതിനകം നമുക്കറിയാം ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ടതുണ്ട്. അപ്പൊ അവരെ അത്തരത്തിലുള്ള പേഷ്യൻസ് ആണ് എങ്കിൽ ട്രോമ ഇന്റൻസീവ് കെയർ യൂണിറ്റിലാണ് കെയർ കൊടുക്കുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ ഇതിൽ അബ്രിവേഷൻ ഏതെങ്കിലും വരാൻ ചാൻസ് ഉറപ്പുള്ള കാര്യമാണ്. സോ ഈ അബ്രിവേഷൻസ് വെച്ച് എക്സ്പാൻഡഡ് ഫോം മസ്റ്റ് ആയിട്ട് ക്യാച്ച് ചെയ്യണം. ഓക്കെ, നമുക്ക് അറിയാൻ പറ്റും. ഓപ്ഷൻസ് അനുസരിച്ചിട്ട് തന്നെ നമുക്ക് അത് അറിയാനായിട്ട് സാധിക്കും. ജസ്റ്റ് ഒന്ന് മൈൻഡിലേക്ക് വെച്ചാൽ മതി. ഓക്കെ, അതുവരെയാണ്. അപ്പൊ നമ്മൾ ജസ്റ്റ് ഒന്ന് ഫസ്റ്റ് പേജ് അതല്ലേ, നമ്മൾ ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡക്ഷന് അതേമാതിരി തന്നെ ഏതൊക്കെ തരത്തിലുള്ള ICUമായി ബന്ധപ്പെട്ട് വരാൻ സാധ്യതയുള്ള കാര്യങ്ങൾ, കോമൺ ടൈപ്പ് ഓഫ് ICU ആണ് ഡിസ്കസ് ചെയ്തത്. അടുത്തയിലേക്ക് പോവാലോ. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ICU ആണ്. ഓർഗനൈസേഷണൽ സ്ട്രക്ചർ അല്ലെ, അതിന്റെ ആ ഘടനയാണ് ഇവിടെ പറയുന്നത്. ക്ലാസിഫിക്കേഷൻ നടത്തിയിരിക്കുന്നത് തന്നെ ആ സ്ട്രക്ചറിന്റെ ബേസിലാണ്, അതിന്റെ ഘടന അനുസരിച്ചിട്ടാണ് നമുക്ക്. അതായത് ഓപ്പൺ യൂണിറ്റും ക്ലോസ്ഡ് യൂണിറ്റും. നമുക്കറിയാം ചില പ്രത്യേക സാഹചര്യങ്ങളിലൊക്കെ പെട്ടെന്ന് ICUയിലേക്ക് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. പ്രത്യേകിച്ച് നമുക്കറിയാം എന്തെങ്കിലും ദുരന്തങ്ങളൊക്കെ സംഭവിക്കുന്നതാണ്, ഡിസാസ്റ്റർ അല്ലെ, എന്തെങ്കിലുമൊക്കെ ഡിസാസ്റ്റർ മൂവ്മെന്റ്സ് സംഭവിക്കുമ്പോഴൊക്കെ, മണ്ണിടിച്ചിലോ അല്ലെ, എന്തെങ്കിലും വെള്ളപ്പൊക്കം ഇങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ വരുമ്പോൾ ICUയിലേക്ക് അഡ്മിഷൻ എന്നൊക്കെ പറയുമ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം അതിന് പ്രത്യേകമായിട്ട് അല്ലെ അതിനനുസരിച്ചിട്ടുള്ള ഒരു ഗൈഡൻസ് അവിടെ പ്രൊവൈഡ് ചെയ്യേണ്ടതുണ്ട്. ICUയിൽ അഡ്മിഷൻ കൊടുക്കേണ്ട പേഷ്യൻസിന് അവരെ കൈകാര്യം ചെയ്യാനായിട്ട് ഒരു ഗൈഡൻസ് അവിടെ ആവശ്യമാണ്. അതേപോലെ തന്നെ ക്ലോസ്ഡ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ നേരത്തെ കൂട്ടി നമുക്കറിയാം പ്രീപെയ്ഡ് ആയിട്ട് അല്ലെ, നേരത്തെ കൂട്ടി അറേഞ്ച് ചെയ്തിട്ട് തന്നെ അഡ്മിഷൻ കൊടുക്കുന്നതാണ്. അങ്ങനെ പെട്ടെന്ന് വരുന്ന ഒരു സാഹചര്യത്തിലൊന്നും ഉള്ള ഒരു ICU ട്രീറ്റ്മെന്റ് അല്ല അവിടെ ലഭ്യമാക്കുന്നത്. അതിന്റെ സ്ട്രക്ചർ വേരിയേഷൻ അതാണ് അല്ലെ, പെട്ടെന്ന് ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ കൊണ്ട് ഓപ്പൺ യൂണിറ്റ് ആയിട്ട് നമുക്ക് ICU ട്രീറ്റ്മെന്റ് കൊടുക്കുക. അതെല്ലാം നേരത്തെ കൂട്ടി നമുക്കറിയാം എല്ലാം അറേഞ്ച്ഡ് ആയിട്ടുള്ള രീതിയിൽ ICU ട്രീറ്റ്മെന്റ് ലഭ്യമാക്കുക. അപ്പൊ ആ സ്ട്രക്ചർ ബേസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഓപ്പൺ യൂണിറ്റിൽ എങ്ങനെയായിരിക്കും കൈകാര്യം ചെയ്യുന്നത് നോക്കാം. All attending physicians may admit and care for patients. ഓക്കെ, അങ്ങനത്തെ ഒരു എമർജൻസി സിറ്റുവേഷൻ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു ദുരന്തം സംഭവിച്ചിരിക്കുന്നു,
അപ്പൊ അവിടെ ഇല്ല ഡോക്ടറിന് മാത്രം അദ്ദേഹത്തിന് നമുക്കറിയാം അത്യാവശ്യം ഏബിൾ ആയിട്ടുള്ള പേഴ്സൺസ് ആയിരിക്കും ലീഡ് ചെയ്യുന്നത് അല്ലെ, ഗൈഡ് ചെയ്യുന്നത് അവരായിരിക്കും. പക്ഷെ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഓൾ അറ്റൻഡിങ് ഫിസിഷ്യൻസ് മേ അഡ്മിറ്റ് ആൻഡ് കെയർ ഫോർ പേഷ്യൻസ്. പേഷ്യൻസിന് അവിടെയുള്ള ഫിസിഷ്യൻസിനൊക്കെ അറ്റൻഡ് ചെയ്തിട്ട് കെയർ കൊടുക്കാവുന്നതാണ്. Decision falls on the director of ICU when there is a bed or a staff shortage. ഓക്കെ, ഇത്തരത്തിലുള്ള ദുരന്ത സമയ കാര്യങ്ങളിലൊക്കെ നമുക്കറിയാം സ്റ്റാഫുകളുടെയും ബെഡുകളുടെയൊക്കെ ഷോർട്ടേജ് ആ സമയത്ത് അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരും. കാരണം അതിന് മതിയായ നമുക്ക് തന്നെ അറിയാവുന്നതാണ് അല്ലെ, ബസ്സിലൊക്കെ അങ്ങനത്തെ സമയങ്ങളിലൊക്കെ എങ്ങനെയാണ് പേഷ്യൻസിനെ കൈകാര്യം ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് അറിയാവുന്നതാണ്. ആ സമയത്ത് ബെഡ് ഷോർട്ടേജ് ഉണ്ടാവും, സ്റ്റാഫുകളുടെ ഷോർട്ടേജ് ഒക്കെ ഉണ്ടാവും. സോ അവിടെ ഡിസിഷൻസ് ഒക്കെ എടുക്കുന്നത് ഡയറക്ടർ ഓഫ് ICU ആണ്. അതിനനുസരിച്ചിട്ട് അവര് മെഡിക്കൽ സ്റ്റാഫുകളുടെയും അതേമാതിരി ബെഡിന്റെയും അവൈലബിലിറ്റി അനുസരിച്ചിട്ടാണ് പേഷ്യൻസിന്റെ അഡ്മിഷൻ ഡിസിഷൻ ഒക്കെ അവര് എടുക്കുന്നത്. The major drawback of this concept is that these physicians might not have received specialized training for managing critically ill patients. നമുക്കറിയാം അങ്ങനെ ഒരു ദുരന്തം സംഭവിച്ച ആദ്യ ടൈമിലുള്ള ഫിസിഷ്യൻസ് ആണ് അല്ലെ, അവര് ആ സമയത്ത് ആ ഹോസ്പിറ്റലിലെ ഫിസിഷ്യൻസ് ആണ്. സോ അവർക്ക് സ്പെഷ്യലി കുറെ ട്രെയിനിങ് കാര്യങ്ങളൊക്കെ നേടിയിട്ടുണ്ടാവണമെന്ന് നിർബന്ധമില്ല അല്ലെ, അതൊരു നേച്ചറായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പൊ ആ കൺസെപ്റ്റിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഓപ്പൺ യൂണിറ്റ് എന്ന് പറയുന്നത് ആ ടൈമില് അഡ്മിഷൻ കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യുന്നത് അവിടെയുള്ള ഫിസിഷ്യൻസ് ആണ്. ഡിസിഷൻസ് ഒക്കെ ഹാൻഡിൽ ചെയ്യുന്നത് ഡയറക്ടർ ഓഫ് ICU ആണ്. അതേപോലെ തന്നെ നമുക്കറിയാം ആ കൺസെപ്റ്റിലെ ഫിസിഷ്യൻസിനെല്ലാം സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ട്രെയിനിങ് ഉണ്ടായിരിക്കണമെന്ന് നിർബന്ധവുമില്ല. ഓക്കെ, ഓപ്പൺ യൂണിറ്റ് നിങ്ങൾ മൈൻഡിലേക്ക് കൊണ്ടുവരാം. ആ സിറ്റുവേഷൻസിൽ അവിടെയുള്ള ഫിസിഷ്യൻസ് ആണ് അത് ഹാൻഡിൽ ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആവുന്നില്ലേ? ഓക്കെ അല്ലേ? അപ്പൊ ക്വസ്റ്റ്യൻസ് അത് ബേസ് ചെയ്തിട്ടായിരിക്കും വരുന്നത്. ആരും ഡോക്ടേഴ്സ് ഒന്നും എന്താ പറയുന്ന കഴിവൊന്നുമില്ലാത്ത ഡോക്ടേഴ്സിനെയാണോ കൊണ്ടുവന്ന അപ്പോയിന്റ്മെന്റ് അല്ലെ അവിടെ ഡ്യൂട്ടിക്ക് എന്നുള്ള ചോദ്യമല്ലേ മൈൻഡിലേക്ക് ഉണ്ടാവുക. പക്ഷെ അതല്ല അവിടെ ഉദ്ദേശിച്ചത്. ഡോക്ടേഴ്സിനൊക്കെ കഴിവുള്ളവരും ഒക്കെയാണ്, പക്ഷെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള കഴിവുകൾക്ക് വേണ്ടി, അതായത് പ്രത്യേകം നമ്മളിപ്പോ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ ഒക്കെ നടത്തുമ്പോൾ നമുക്കറിയാം, ഇപ്പൊ ക്ലോസ്ഡ് യൂണിറ്റ് ആണെങ്കിൽ ആ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ ഒക്കെ അല്ലെ അവയവമൊക്കെ മാറ്റി വെക്കുന്നതിന് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ്, സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സ്റ്റാഫുകൾ എല്ലാം അത് നേരത്തെ കുട്ടിക്ക് ആലോചിച്ചുറപ്പിച്ചിട്ടാണ് അതൊക്കെ ചെയ്യുന്നത്. പക്ഷെ ഒരു ദുരന്തങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ അറ്റ് ടൈമില് നമുക്കറിയാം അവൈലബിൾ ആയിട്ടുള്ള ഫിസിഷ്യൻസ് ആണ് അതിന്റെ കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത്. അതാണ് ഓപ്പൺ യൂണിറ്റിന്റെ പ്രത്യേകത. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ ആണോ? ഓക്കെ, ഓപ്പൺ യൂണിറ്റിൽ എന്താ പറയുന്നത്? ഓൾ അറ്റൻഡിങ് ഫിസിഷ്യൻസ് മേ അഡ്മിറ്റ് ആൻഡ് കെയർ ഫോർ പേഷ്യൻസ്. പേഷ്യൻസിന് എല്ലാവർക്കും കെയർ കൊടുക്കുന്നു, അവരുടെ ഫിസിഷ്യൻസ് ആണ് കെയർ കൊടുക്കുന്നത്. Triage decision falls on the director of നിങ്ങൾക്ക് എമർജൻസി എന്താ നമ്മുടെ ദുരന്തങ്ങളൊക്കെ അല്ലെ, ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഒക്കെ പഠിക്കാനുണ്ടോ? അതൊക്കെ വലിയൊരു ചാപ്റ്റർ ആണ്. അപ്പൊ ഡിസാസ്റ്റർ സംഭവിക്കുമ്പോഴൊക്കെ എങ്ങനെയാണ് ട്രയേജും കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നതൊക്കെ നമുക്ക് അത്യാവശ്യം പഠിക്കും. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ക്ലിക്ക് ചെയ്യും. കാരണം ട്രയേജില് ദുരന്തം സംഭവിക്കുമ്പോൾ നമുക്കറിയാം ആ ഹോസ്പിറ്റലിന് അവൈലബിൾ ആയിട്ടുള്ള മെഡിക്കൽ സ്റ്റാഫും ബെഡൊക്കെ വളരെ ചിലപ്പോൾ ലിമിറ്റഡ് ആയിരിക്കും. പക്ഷെ അവരെ അത്ര ആ എമർജൻസി സിറ്റുവേഷൻസിൽ എല്ലാവരും അലേർട്ട് ആയിട്ട് തന്നെ ഡിസിഷൻസ് ഒക്കെ എടുത്ത് ചിലർക്കൊക്കെ അതിന്റെ കോർഡിനേഷനും കാര്യങ്ങളൊക്കെ നടത്താനായിട്ടുള്ള കുറെ അല്ലെ അലോട്ടഡ് ആയിട്ടുള്ള അധികാരങ്ങളൊക്കെ വിട്ടുകൊടുക്കുന്നുണ്ടാവും. അവരായിരിക്കും അതൊക്കെ കോർഡിനേറ്റ് ചെയ്തിട്ട് ഇത്തരത്തിലുള്ള പേഷ്യൻസിനൊക്കെ എവിടെ കിടക്കണം അല്ലെ, ICUലേക്ക് ഷിഫ്റ്റ് ചെയ്യണോ അവിടേക്ക് ഷിഫ്റ്റ് ചെയ്യണോ എന്നൊക്കെ തീരുമാനിച്ച് അറേഞ്ച് ചെയ്യുന്നത്. അപ്പൊ ഓപ്പൺ യൂണിറ്റിൽ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് കൈകാര്യം ചെയ്യുന്നത്. അതായത് ഓൾ അറ്റൻഡിങ് ഫിസിഷ്യൻസ് മേ അഡ്മിറ്റ് ആൻഡ് കെയർ ഫോർ പേഷ്യന്റ്. ഡിസിഷൻ falls on the director of ICU. അതുകളൊക്കെ ശ്രദ്ധിക്കാം. ആരാണ് ഇതിലെ ഡിസിഷൻ എടുക്കുന്നത്? ഓപ്പൺ യൂണിറ്റിലെ ഡിസിഷൻ എടുക്കുന്ന ആരാണ്? ഡയറക്ടർ ഓഫ് ICU ആണ്. അഡ്മിഷൻ എടുക്കുന്ന ആരായിരിക്കും? അറ്റൻഡിങ് ആയിട്ടുള്ള ഫിസിഷ്യൻസ് ആയിരിക്കും അഡ്മിഷൻ എടുക്കുന്ന പേഷ്യൻസിന്. ദെൻ അവിടെയുള്ള കൺസെപ്റ്റിന്റെ ഏറ്റവും വലിയ ഡ്രോബാക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിസിഷ്യൻസ് ചിലപ്പോൾ അല്ലെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ട്രെയിനിങ് അവർക്ക് ചിലപ്പോൾ ലഭ്യമായിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്താനായിട്ട് സാധിക്കുകയില്ല. ഓക്കെ, അത്രയാണ് ഓപ്പൺ യൂണിറ്റിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, ക്ലിയർ ആണോ? പോയിന്റുകളൊക്കെ ജസ്റ്റ് നോട്ട് ചെയ്തോ? ഓക്കെ,
ഈ ഡിസിഷൻ ഇൻ കേസ് ഡയറക്ടർ ഓഫ് ICU എടുക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? അവൈലബിൾ ആയിട്ടുള്ള ബെഡിന്റെയും സ്റ്റാഫുകളുടെയും അടിസ്ഥാനത്തിലാണ് എത്ര പേഷ്യൻസിനൊക്കെ ഇങ്ങനെയൊക്കെ എടുക്കാം എന്നുള്ള ഒരു ഡിസിഷനൊക്കെ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത്. നമുക്ക് ക്ലോസ്ഡ് യൂണിറ്റിലേക്ക് നോക്കാം. ഓക്കെ, ക്ലോസ്ഡ് യൂണിറ്റ് ആണെങ്കിൽ the directors and or associate are accountable for all admissions and discharges. ഓക്കെ, അവിടെ ഈ പറഞ്ഞ ക്ലോസ്ഡ് യൂണിറ്റിലൊക്കെ കൃത്യമായിട്ട് നേരത്തെ കൂട്ടി അതിന്റെ അറേഞ്ച്മെന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന്റെ കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് ഡയറക്ടർ or അസോസിയേറ്റ് അല്ലെ അക്കൗണ്ടബിൾ ആയിട്ടുള്ള പേഴ്സൺ അവിടെ ഉണ്ട്. അദ്ദേഹമാണ് ഈ അഡ്മിഷനും ഡിസ്ചാർജും കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. Once the patient is admitted, the unit team take care of it by collaborating with the admitting team for efficient patient care. ഓക്കെ, നമുക്ക് അറിയാം ഒരു കാര്യം നേരത്തെ കൂട്ടി അവർ അറേഞ്ച് ചെയ്തത് കൊണ്ട് തന്നെ ആ പേഷ്യന്റ് അഡ്മിഷൻ നടത്തുമ്പോൾ തീർച്ചയായിട്ടും സഹപ്രവർത്തകർ എല്ലാവരും ഒന്നിച്ച് അല്ലെ ആ ഒരു മെഡിക്കൽ ടീം അംഗങ്ങളും ഒന്നിച്ച് നിന്നുകൊണ്ട് തന്നെയാണ് എഫിഷ്യന്റ് ആയിട്ട് അല്ലെ കാര്യക്ഷമമായിട്ട് പേഷ്യന്റിന് കെയർ കൊടുക്കുന്നത്. Okay, then closed unit may be helpful for the following reasons: more timely patient evaluation and treatment initiation. അല്ലെ, അവിടെ തീർച്ചയായിട്ടും കുറെ സമയമെടുത്ത് പേഷ്യന്റിനെ കൈകാര്യം ചെയ്യേണ്ട കാര്യമൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും ക്ലോസ്ഡ് യൂണിറ്റിലാണ് കൈകാര്യം ചെയ്യുന്നത്. നമുക്ക് നേരത്തെ പറഞ്ഞ മാതിരി ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ ഒക്കെ നടത്തുമ്പോൾ അല്ലെ, അവയവ മാറ്റ ശസ്ത്രക്രിയകളൊക്കെ നടത്തുമ്പോൾ അതിന് ഒരുപാട് സമയമൊക്കെ എടുത്തു അല്ലെ. അത് നേരത്തെ കൂട്ടി അറേഞ്ച് ചെയ്ത് എല്ലാം അല്ലെ കൈകാര്യം ഹാൻഡിൽ ചെയ്ത് അവിടെ അതിനനുസരിച്ചിട്ടുള്ള അക്കൗണ്ടബിൾ ആയിട്ടുള്ള അല്ലെ അവിടെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള പേഴ്സൺസ് ഒക്കെ കൂടിയാണ് അത് ഹാൻഡിൽ ചെയ്യുന്നത്. സോ അങ്ങനെ വരുമ്പോൾ ആ മെഡിക്കൽ ടീം ഒന്നിച്ചിട്ട് നിന്നാണ് എഫിഷ്യന്റ് ആയിട്ട് ആ പേഷ്യന്റിനെ കെയർ കൊടുക്കുന്നത്. ദെൻ വീണ്ടും പറയുന്നു ഇന്റൻസീവ്സ് ആർ സ്പെഷ്യലി സ്കിൽഡ് ഇൻ ട്രീറ്റിംഗ് ക്രിട്ടിക്കലി ഇൽ പേഷ്യൻസ്. നമുക്കറിയാം ഈ ഇത്തരത്തിലുള്ള പേഷ്യൻസിനെയൊക്കെ കൈകാര്യം ചെയ്യാൻ സ്പെഷ്യലായിട്ട് അതിന്റെ ആ ഒരു മെഡിക്കൽ അല്ലെ അത്യാവശ്യം സ്കിൽഡുകൾ നേടിയിരിക്കുന്ന ഡോക്ടേഴ്സ് അല്ലെ ഫിസിഷ്യൻസ് തന്നെയാണ് അത് കൈകാര്യം ചെയ്തത് അല്ലെ. മെഡിക്കൽ സ്റ്റാഫുകളെല്ലാം തന്നെ പ്രത്യേകമായിട്ട് അതിന്റെ കെയർഫുൾ ആയിട്ടുള്ള ഹാൻഡ്ലിങ് ആ പ്രൊഫഷനിൽ നേടിയിരിക്കുന്ന സ്റ്റാഫുകൾ മാത്രമാണ് അത് ഹാൻഡിൽ ചെയ്യുന്നത്. നേരത്തെ നമ്മളൊരു ഡിസാസ്റ്റർ സംഭവിച്ചപ്പോൾ അവിടെയുള്ള ആ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്ന മെഡിക്കൽ സ്റ്റാഫുകളെ വെച്ചിട്ട് ഹാൻഡിൽ ചെയ്യുന്ന മാത്രമായിരിക്കില്ല ക്ലോസ്ഡ് യൂണിറ്റില്. ക്ലോസ്ഡ് യൂണിറ്റില് നേരത്തെ കൂട്ടി നമുക്കറിയാം ഒരു ടീമുണ്ട്. ആ ടീമെല്ലാം യോഗ്യരായ വ്യക്തികളായിരിക്കും അല്ലെ, സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു സ്കില്ല് നേടിയെടുത്തിരിക്കുന്ന വ്യക്തികളായിരിക്കും. അവരാണ് ആ പേഷ്യന്റിനെ കെയർഫുൾ ആയിട്ടുള്ള സേവനങ്ങൾ ലഭ്യമാക്കി കൊടുക്കുന്നത്. ഓക്കെ, ആ വേരിയേഷൻസ് എന്താണെന്ന് ക്ലിയർ ആയോ? ഓക്കെ ആണോ? അപ്പൊ നമ്മൾ നോക്കിയത് അതിലപ്പോ വേരിയേഷൻ അനുസരിച്ചിട്ട് തന്നെ ക്വസ്റ്റ്യൻസിലും ഒരു ചെറിയ ക്വസ്റ്റ്യൻസിലും വേരിയേഷൻസ് ഉണ്ട്. അതായത് ഇവിടെ അഡ്മിഷനൊക്കെ ആരെടുക്കണമെന്ന് ചോദിക്കും. അപ്പോ മനസ്സിലാക്കിയത് ഡയറക്ടർ ആണ് അസോസിയേറ്റ് അല്ലെ, അസോസിയേറ്റഡ് ആയിട്ടുള്ള പേഴ്സൺ ആയിരിക്കും അത് കൈകാര്യം ചെയ്യുന്നത്. അതേപോലെ തന്നെ നമുക്കറിയാം അവിടെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സ്കിൽഡ് ആയിട്ടുള്ള പേഴ്സൺസ് തന്നെയായിരിക്കും അവർക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള കെയർ കൊടുക്കുന്നത് അല്ലെ. ക്ലോസ്ഡ് യൂണിറ്റിന്റെ പ്രത്യേകമായിട്ടുള്ള ഒരു കാര്യം അതാണ്. ഞങ്ങൾ ഓർത്ത് വെക്കാനായിട്ട് എളുപ്പത്തിൽ ഞാൻ പറയുന്നത് ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ ആണ്. അവയവ മാറ്റ ശസ്ത്രക്രിയകളിൽ ആലോചിച്ചാൽ മതി. അത് കുറച്ച് കൂടുതൽ സമയം എടുക്കുന്ന ഒരു പ്രക്രിയയാണ്, ശസ്ത്രക്രിയയാണ്. അതിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള പേഴ്സൺസ് മാത്രമായിരിക്കും അവിടെ ആ പേഷ്യന്റിന് നല്ല രീതിയിലുള്ള കെയർ കൊടുക്കുന്നത്. ഓക്കെ അല്ലേ? എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ അടുത്ത ഭാഗത്ത്? നമുക്ക് നെക്സ്റ്റ് ഭാഗത്തേക്ക് പോകാം. സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ് അല്ലെ, നമുക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ സ്റ്റാഫിംഗ് ആണ്. ഓക്കെ, അവിടുത്തെ സ്റ്റാഫിംഗ് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ മെഡിക്കൽ സ്റ്റാഫ്, the respiratory therapist is essential part of an ICU team, nursing staff, then auxiliary personnel. ഓക്കെ, ഒരു ICUവില് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം മെഡിക്കൽ സ്റ്റാഫ്, അതായത് ഫിസിഷ്യൻ കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാവും. ICU ഇൻചാർജ്, ഇന്റൻസീവ് വിസിറ്റ്
അതായത് തീർച്ചയായിട്ടും ആ ഇൻചാർജ് ഉള്ള വ്യക്തി അവിടെ മസ്റ്റായിട്ട് ഉണ്ടായിരിക്കണം. റെസിഡന്റ് ഡോക്ടർ സീനിയർ ആൻഡ് ജൂനിയർ അല്ലെ, അവിടെ സീനിയർ ഡോക്ടർ അവരെ ഹെൽപ്പ് ചെയ്യാനൊക്കെ ആയിട്ട് ജൂനിയർ ഡോക്ടേഴ്സ് ഒക്കെ അവിടെ മെഡിക്കൽ സ്റ്റാഫായിട്ട് സേവനം ചെയ്യുന്നുണ്ടാവും. എവിടെയാണ് അവിടുത്തെ കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്? ICU അല്ലെ. ICU പ്രൊഫഷണൽ ആയിട്ടുള്ള പേഴ്സൺസ് ആണ് നോക്കാം, മെഡിക്കൽ സ്റ്റാഫ്. സെക്കൻഡ് വരുന്നത് റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റ് ഇസ് എസെൻഷ്യൽ പാർട്ട് ഓഫ് ആൻ ICU. നമുക്കറിയാം ഒരു ശസ്ത്രക്രിയ കാര്യങ്ങളൊക്കെ അല്ലെ, അവിടെ തീർച്ചയായിട്ടും നല്ല കെയർഫുൾ ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ നല്ല കെയർ കൊടുക്കണം. എപ്പോഴും പ്രത്യേകമായിട്ട് നമുക്കറിയാം ജീവൻ രക്ഷ പ്രശ്നങ്ങളിലെ എന്തെങ്കിലും അങ്ങനത്തെ ക്രിട്ടിക്കൽ സിറ്റുവേഷൻസ്, പ്രത്യേകിച്ച് റെസ്പിറേറ്ററി പ്രോബ്ലം ശ്വാസ തടസ്സങ്ങൾ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകൾ ഉള്ളത് കൊണ്ട് തന്നെ അതിന് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു പേഴ്സൺ അവിടെ മസ്റ്റ് ആയിട്ട് ഉണ്ടായിരിക്കണം. റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റ് ഇസ് എസെൻഷ്യൽ പാർട്ട് ഓഫ് ആൻ ICU. ഇൻ കേസ് ICUയിലെ ഒരു എസെൻഷ്യൽ പാർട്ട് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോട്ട് ചെയ്ത് വെക്കുക. ആരാണ്? ദ റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റ്. റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ശ്വാസ തടസ്സവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വരികയാണെങ്കിൽ അത് ഹാൻഡിൽ ചെയ്യാനായിട്ടുള്ള പ്രൊഫഷണൽ ആയിട്ടുള്ള പേഴ്സൺ. ഓക്കെ. നഴ്സിംഗ് സ്റ്റാഫ്, നമുക്കറിയാം നഴ്സിംഗ് സ്റ്റാഫുകൾ അവിടെ ഉണ്ടാവും. ഹൈലി ട്രെയിൻഡ് ആൻഡ് ഓഫ് എബോവ് ആവറേജ് കോമ്പിറ്റൻസ് അല്ലെ. എന്തെങ്കിലും നമുക്കറിയാം എന്തെങ്കിലും ചലഞ്ചസ് അല്ലെ, വെല്ലുവിളി നിറഞ്ഞ എന്തെങ്കിലും രോഗാവസ്ഥകൾ വന്നു കഴിഞ്ഞാലും അതിനെ തരണം ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള നല്ല കോമ്പറ്റീബിൾ ആയിട്ടുള്ള അല്ലെ, കഴിവുള്ള ഹൈലി ട്രെയിൻഡ് ആയിട്ടുള്ള നഴ്സുമാരായിരിക്കും ICUയിൽ വർക്കിംഗ് ആയിട്ട് വരുന്നത്. റെക്കമെൻഡഡ് നഴ്സ് പേഷ്യന്റ് റേഷ്യോ 1:1 or 1:2. ഇവിടെ ഒരു പേഷ്യന്റിന് ഒരു നഴ്സ് അല്ലെങ്കിൽ 2 പേഷ്യന്റിന് ഒരു നഴ്സ് എന്നുള്ള ക്രമത്തിലായിരിക്കും അവിടെ നഴ്സുമാര് വർക്ക് ചെയ്യേണ്ടത്. ഓക്കെ, ആ റേഷ്യോ ഒക്കെ ചോദിച്ചു കാണാറുണ്ട്. റെക്കമെൻഡഡ് ആയിട്ടുള്ള നഴ്സിംഗ് പേഷ്യന്റ് റേഷ്യോ ഏതൊക്കെയാണ്? 1:1 or 1:2. അല്ലെങ്കിൽ 2 പേഷ്യന്റിന് ഒരു നഴ്സ് അല്ലെങ്കിൽ ഒരു പേഷ്യന്റിന് ഒരു നഴ്സ് എന്ന ക്രമത്തിലുള്ള നഴ്സിംഗ് സ്റ്റാഫ് അവിടെ ആവശ്യമാണ്. ഓക്കെ, നെക്സ്റ്റ് ഓക്സിലിയറി പേഴ്സണൽ എന്ന് പറയുന്നത് നമുക്കറിയാം നഴ്സിംഗിനെ അസിസ്റ്റ് ചെയ്യാനായിട്ടൊക്കെ അല്ലെ, ഇത്തരത്തിലുള്ള അസിസ്റ്റന്റ് ആയിട്ട് ചിലപ്പോൾ രോഗിയെ പൊക്കി എണീപ്പിക്കാനോ അല്ലെ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ സാഹചര്യങ്ങളൊക്കെ വരുമ്പോൾ ഹെൽപ്പ് ചെയ്യാനായിട്ടുള്ള ഓക്സിലിയറി പേഴ്സൺസ്, ICU ടെക്നീഷ്യൻസ് അതിൽ പെടാവുന്ന കാര്യങ്ങൾ ICU ടെക്നീഷ്യൻസ്, നഴ്സിംഗ് എയ്ഡ്സ്, വാർഡ് ബോയ്, ഫീമെയിൽ അറ്റൻഡൻസ് ആൻഡ് സ്വീപ്പേഴ്സ്. ഓക്കെ, നമ്മൾ ICUയിലെ ട്രീറ്റ്മെന്റ് ഒക്കെ വരുമ്പോൾ അവിടെ സ്വീപ്പേഴ്സും അല്ലെങ്കിൽ എന്തെങ്കിലും ഈ പറഞ്ഞ മാതിരി തന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന പേഴ്സൺസ് ഒക്കെ അവിടെ വേണ്ടി വരും. അതേ ടൈമിൽ ആവശ്യത്തിനനുസരിച്ചിട്ട് അവര് അവൈലബിൾ ആയിരിക്കണം. ടെക്നീഷ്യന്മാരും ICUയിലെ എന്തെങ്കിലും കാര്യങ്ങൾക്കൊക്കെ റിപ്പയർമെന്റും കാര്യങ്ങൾ അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അത് ടെക്നീഷ്യന്മാരെയും ആവശ്യമായിട്ട് വരും അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും ഇത്രയും സ്റ്റാഫുകൾ എപ്പോഴും അവൈലബിൾ ആയിരിക്കണം. മീൻസ് എന്തെങ്കിലും ICUയുമായി ബന്ധപ്പെട്ട് പേഷ്യൻസിന് കെയർ കൊടുക്കുമ്പോൾ അവിടെ മസ്റ്റ് ആയിട്ട് വേണ്ടിയിരിക്കുന്ന സ്റ്റാഫുകളാണ് മെഡിക്കൽ സ്റ്റാഫ്, റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റ് ഇസ് എസെൻഷ്യൽ പാർട്ട് ഓഫ് ICU ടീം, നഴ്സിംഗ് സ്റ്റാഫ്, ഓക്സിലിയറി പേഴ്സൺസ്. ഓക്കെ ആണോ? അവിടെ 1:1 1:2 ഒക്കെ ഒന്ന് നോട്ട് ചെയ്ത് പോവാം. അതേമാതിരി തന്നെ എസെൻഷ്യൽ പാർട്ട് ഏതെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ മൊത്തം വെച്ചേക്കാം. ഓക്കെ, ഡോക്ടേഴ്സിന്റെ ആണെങ്കിലും സീനിയർ ഡോക്ടേഴ്സ്, ജൂനിയർ ഡോക്ടേഴ്സ് ഒക്കെ അവിടെ അവൈലബിൾ ആയിരിക്കേണ്ടതാണ്. ഓക്കെ, നമുക്കറിയാം അല്ലെ ഹോസ്പിറ്റലിന്റെ ആ ഒരു വലിയ ഹോസ്പിറ്റലും ചെറിയ ഹോസ്പിറ്റലൊക്കെ നമുക്ക് വിവിധങ്ങളായ ഹോസ്പിറ്റലുകളൊക്കെ ഉണ്ട്. അപ്പൊ ഹോസ്പിറ്റലിന്റെ പ്രത്യേകതകൾ അനുസരിച്ച് സൈസും കാര്യങ്ങളും ഫെസിലിറ്റീസ് ഒക്കെ അവൈലബിൾ അനുസരിച്ചിട്ടൊക്കെ നമുക്കറിയാം ചില വേരിയേഷൻസ് ഒക്കെ കാണാം. ചിലയിടത്തൊക്കെ ഒരുപാട് അല്ലെ ഡോക്ടേഴ്സിന്റെ സേവനങ്ങൾ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ജൂനിയേഴ്സ് ഡോക്ടേഴ്സ് ഒക്കെ ഒരുപാട് ഉണ്ടാവും. ചിലയിടത്തൊക്കെ ചിലപ്പോൾ അത്തരത്തിലുള്ള സൗകര്യങ്ങൾ ഉണ്ടാവണമെന്നില്ല. ചിലപ്പോൾ ഹോസ്പിറ്റലിനോടൊപ്പം തന്നെ പഠിക്കുന്ന അല്ലെ കുട്ടികൾക്കുള്ള സേവനങ്ങൾ തീർച്ചയായിട്ടും നഴ്സിംഗ് ആണെങ്കിലും ഡോക്ടേഴ്സിനൊക്കെ പഠിക്കുന്നവരാണെങ്കിലും അവരുടെയൊക്കെ കൂടുതൽ ഇൻവോൾവ്മെന്റ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അതും വേരിയേഷൻസ് ഒക്കെ ഉണ്ട്. പക്ഷെ ICUയിലെ പ്രധാനമായിട്ടും വേണ്ടിയിരിക്കുന്ന സ്റ്റാഫുകളുടെ കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത ഭാഗത്തേക്ക് ഒന്ന് പോവാം. ഓക്കെ അല്ലേ? ഇനി നെക്സ്റ്റ് ഉള്ളത് രജിസ്ട്രാർ ഇൻ ICU. ICUയിലെ രജിസ്ട്രാർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാലൊക്കെ എങ്ങനെയാണ് നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നത് നോക്കാം. 1 സീനിയർ റെസിഡന്റ്,
who becomes a registrar post MD will always be on duty. Okay, on duty ആയിരിക്കുന്ന ഒരു പോസ്റ്റ് MD ഉള്ള അല്ലെ ഒരു സീനിയർ ആയിട്ടുള്ള ആള് അവിടെ മസ്റ്റ് ആയിട്ടും ഉണ്ടായിരിക്കേണ്ടതാണ്. അദ്ദേഹമാണ് ശരിക്കും പറഞ്ഞ രജിസ്ട്രാർ ഇൻ ICU എന്ന് അറിയപ്പെടുന്നത്. He or she can be consultant later after few years of attaining experience. Okay. ഇപ്പോ ഇത്രയും കുറച്ച് നാള് എക്സ്പീരിയൻസ് അദ്ദേഹത്തിന് കിട്ടിക്കഴിയുമ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹം കൺസൾട്ടന്റ് ആയിട്ട് വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു യോഗ്യതയും കൂടി നേടുകയാണ്. He or she can be consultant later after few years of attaining experience. ആ എക്സ്പീരിയൻസ് നേടിക്കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന് കൺസൾട്ടന്റ് ആയിട്ട് പോകാനും സാധിക്കും. വീണ്ടും ഷിഫ്റ്റ് ഡ്യൂട്ടീസ് ഓഫ് സീനിയർ ആൻഡ് ജൂനിയർ സ്റ്റാഫ് 12 hours ഡ്യൂട്ടി. അറിയാം, ഒരു 12 മണിക്കൂർ കൂടുമ്പോൾ ഷിഫ്റ്റ് ഡ്യൂട്ടികൾ വരുന്നു. സീനിയർ ആയിട്ടുള്ള ജൂനിയർ ആയിട്ടുള്ള സ്റ്റാഫുകളും അവിടെ അവൈലബിൾ ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നു. നമുക്കറിയാം ഓരോ ഇതുകൾക്കും അല്ലെ ഹോസ്പിറ്റലിലൊക്കെ ആവുമ്പോൾ ഷിഫ്റ്റ് ഡ്യൂട്ടികൾക്ക് പ്രാധാന്യം വരുന്ന ഒരു പ്ലേസ് 24 hours വർക്കിംഗ് ആണ് അല്ലെ. അപ്പോ 12 hours അനുസരിച്ചിട്ട് നമുക്കറിയാം അതിന്റെ റൊട്ടേഷൻ കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കും. രജിസ്ട്രാർ ഇൻ ICU എന്നുള്ളതിൽ നോക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, രജിസ്ട്രാർ എന്ന് പറയുന്നത് സീനിയർ റെസിഡന്റ് ഹു ബിക്കം രജിസ്ട്രാർ പോസ്റ്റ് MD അല്ലെ. പോസ്റ്റ് MD അതായത് MD കഴിഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഓക്കെ, അദ്ദേഹത്തിന് കുറച്ച് നാളത്തെ എക്സ്പീരിയൻസിന് ശേഷം കൺസൾട്ടന്റ് ആയിട്ട് മൂവ് ചെയ്യാവുന്നതാണ്. The senior resident has the right to start and perform emergency treatment which may be inevitable without the permission. ഒരു സീനിയർ റെസിഡന്റിനെ സംബന്ധിച്ച് നമുക്കറിയാം എന്തെങ്കിലും എമർജൻസി ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ടതുണ്ടെങ്കിൽ ആദ്യം പെർമിഷന്റെ ആവശ്യകത ഇല്ലാതെ തന്നെ എന്താണ് ട്രീറ്റ്മെന്റ് കൊടുക്കാവുന്നതാണ്. കാരണം അദ്ദേഹം സീനിയർ റെസിഡന്റ് ആണ് എന്നുള്ളതാണ് പ്രത്യേകത. ലെറ്റർ കൺസൾട്ടന്റ് മസ്റ്റ് ബി ഇൻഫോംഡ്. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും കൺസൾട്ടന്റ് ഇൻഫോം ചെയ്യുന്നത് അനുസരിച്ചിട്ട് ട്രീറ്റ്മെന്റ് ആർക്കും എന്താണ് പെർമിഷൻ ഒന്നും അല്ലെ. ചില കാര്യങ്ങൾക്കൊക്കെ നമുക്കറിയാം കുറെ പെർമിഷന്റെ ആവശ്യകതയുണ്ട് അല്ലെ. അപ്പൊ അവിടെ സീനിയർ റെസിഡന്റിന് അങ്ങനെ പെർമിഷന്റെ ആവശ്യകതയില്ല. ഓക്കെ, അതൊന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യാം. The senior resident has a right to start and perform emergency treatment which may be inevitable without the permission. പെർമിഷൻ ഇല്ലാതെ തന്നെ നമുക്ക് റൈറ്റ് ഉള്ളതാണ്, അവകാശമുള്ളതാണ് എമർജൻസി ട്രീറ്റ്മെന്റ് ആവശ്യമുണ്ടെങ്കിൽ ലഭ്യമാക്കാനുള്ളത്. ഓക്കെ, അത്രയും ജസ്റ്റ് 3 കാര്യങ്ങൾ അവിടെ പറഞ്ഞു പോകുന്നുണ്ട്. അതൊന്നും 3 അല്ലെ 1-2 പോയിന്റ്സ് ജസ്റ്റ് നോട്ട് ചെയ്ത് പോവാം. അതായത് രജിസ്ട്രാർ ഇൻ ICU ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ബിക്കം രജിസ്റ്റർ പോസ്റ്റ് MD കഴിഞ്ഞിരിക്കുന്ന സീനിയർ റെസിഡന്റ് ആണ്. ഇപ്പൊ അത്തരം കാര്യം ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക. ചെറിയ ചെറിയ കാര്യങ്ങളായിട്ടാണ് അവിടെ വൈഡ് ആയിട്ട് വിളിക്കുന്നില്ല. നമുക്കറിയാം ഒരുപാട് ചാപ്റ്റേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പം ചിലതിലൊക്കെ കൂടുതൽ ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ട്, ചിലതിലൊക്കെ കുറച്ച് കാര്യങ്ങളുള്ളൂ. ഒരുപാട് കാര്യങ്ങൾ ഒന്നിച്ച് പഠിക്കേണ്ടതായിരിക്കും. എനിവേ കുറച്ച് കാര്യങ്ങൾ ഇന്നത്തെ പറയുന്നുണ്ട്. ഇനി നെക്സ്റ്റ് ഒരു ഭാഗം കൂടി പറയുന്നത് ജൂനിയർ റെസിഡന്റ് ഇൻ ICU ആണ്. ജൂനിയർ റെസിഡന്റിന്റെ പ്രത്യേകത, അദ്ദേഹത്തിന് എന്തൊക്കെയാണ് ഡ്യൂട്ടി എന്ന് നോക്കാം. 1 doctor in a training during post graduation will be on duty in unit day and night. Okay, അവിടെ ഒരു ഡോക്ടർ അല്ലെ അവിടെ തീർച്ചയായിട്ടും രാവും പകലും ഓൺ ഡ്യൂട്ടിയിലായിരിക്കേണ്ട ഒരു അവസ്ഥയുണ്ട്. അപ്പൊ അവിടെ തീർച്ചയായിട്ടും ജൂനിയർ ഡോക്ടേഴ്സ് ആണ് ഡ്യൂട്ടിയിലായിരിക്കുന്നത്. The duty would include keeping patient records while in ICU and preparing summaries. അദ്ദേഹത്തിന്റെ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് പേഷ്യൻസിന്റെ റെക്കോർഡ് അല്ലെങ്കിൽ ICUയിലുള്ള പേഷ്യൻസിന്റെ സമ്മറീസുകളൊക്കെ തയ്യാറാക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള ഡ്യൂട്ടി. ഓക്കെ, the duty would include keeping patients records, പേഷ്യന്റിന്റെ റെക്കോർഡ്സുകൾ കീപ്പ് ചെയ്യുക. അതേപോലെ തന്നെ ICU പേഷ്യൻസിന്റെ സമ്മറീസ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പൊ ജൂനിയർ ഡോക്ടറിന്റെ അതല്ലെങ്കിൽ ജൂനിയർ റെസിഡന്റ് ഡോക്ടറിന്റെ പ്രത്യേകത എന്താണെന്നോ അത് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ റെസ്പോൺസിബിലിറ്റി ഡ്യൂട്ടി വുഡ് ഇൻക്ലൂഡ് കീപ്പിംഗ് പേഷ്യൻസ് റെക്കോർഡ്സ് while in ICU and preparing summaries. Okay, ആണോ? ഒരു ദിവസം കൂടി ജസ്റ്റ് നമുക്ക് തീർക്കാല്ലേ, ഒന്നിച്ച് പോകണ്ടല്ലേ, കൂടി ഉള്ളൂ.
ചാപ്റ്റർ ഒറ്റ ദിവസം കൊണ്ട് സ്റ്റാർട്ടിങ് ഡേയിൽ തന്നെ തിരിക്കണ്ട അല്ലേ, നിങ്ങൾക്ക് അതിനെ ബോറടിക്കും. ഓക്കെ, എനിവേ നമ്മൾ ഡിസ്കസ് ചെയ്തതിൽ ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഭാഗം എന്ന് പറയുന്നത് ഈ ഒരു അബ്രിവേഷൻ ആണ്. ബാക്കിത്തൊക്കെ കുറച്ച് ചെറിയ ചെറിയ ചില വോട്ടിങ് വെച്ച് പഠിച്ചെടുക്കാവുന്ന കാര്യങ്ങളാണ് ഉള്ളത്. അപ്പൊ ഈ അബ്രിവേഷൻ മാറി പോവാതിരിക്കാനായിട്ട് അതിനനുസരിച്ചിട്ട് തന്നെ പഠിച്ചു പോകാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, അതിന് ക്വസ്റ്റ്യൻസും മസ്റ്റ് ആയിട്ടും വരുന്നത് കൊണ്ട് തന്നെ വിട്ടുകളയാതെ നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കണം. പിന്നെ ഉള്ളത് നമ്മുടെ ഓപ്പൺ യൂണിറ്റും ക്ലോസ്ഡ് യൂണിറ്റും ആണ്. അത് ജസ്റ്റ് ഞാൻ അവിടെ പറഞ്ഞ എക്സാമ്പിൾ വെച്ചിട്ട് പഠിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാൻ എളുപ്പമാണ്. ഇവിടെയാണെങ്കിൽ ഡിസാസ്റ്റർ ദുരന്ത മേഖലയിൽ സംഭവിക്കുന്ന ഒരു കാര്യം മൈൻഡിൽ വെച്ചിട്ട് ഓപ്പൺ യൂണിറ്റ് കൊണ്ടുവന്നാൽ മതി. ക്ലോസ്ഡ് യൂണിറ്റ് ആണെങ്കിൽ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ വെച്ചിട്ട് അല്ലെ ആ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ പഠിക്കാനായിട്ട് എളുപ്പമായിരിക്കും. ഓക്കെ, അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ ജസ്റ്റ് നോക്കാം. ഇതിലും ക്വസ്റ്റ്യൻസ് കാണാറുണ്ടോ ഓപ്പൺ യൂണിറ്റിന്റെ ക്ലോസ്ഡ് യൂണിറ്റിന്റെയും വെച്ചിട്ട് ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് ഒക്കെ. ഓക്കെ, ചെറിയ പാഠമാണെങ്കിലും കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പാഠമാണ്, അതുകൊണ്ടാണ് ഞാൻ അത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ എടുത്തത്. എന്നാൽ ചില സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റേഴ്സുകളൊക്കെ ഉണ്ട്. ചെറിയ അല്ലെ ചെറിയ ചാപ്റ്റർ ആണെങ്കിലും വളരെ രസകരമായിട്ട് നീങ്ങുന്ന ചില ചാപ്റ്റേഴ്സുകളുണ്ട്. പക്ഷെ ഇതിൽ ചിരി ഉള്ളോ എങ്കിലും കുറച്ച് ടച്ച് ചെയ്യാനായിട്ടുള്ള ആവശ്യകതയുണ്ട് അല്ലെ. ഓരോ ഭാഗത്തു നിന്നും കുറച്ച് കാര്യങ്ങൾ പഠിച്ചു പോകേണ്ട ഒരു കാര്യമുണ്ട്. അതായത് ചില ചാപ്റ്റേഴ്സിൽ അങ്ങനെ വലിയ പ്രശ്നം ഉണ്ടാവില്ല, കുറച്ച് ഭാഗമൊക്കെ വളരെ രസകരമായിട്ട് കേട്ടിരിക്കാം. കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഭാഗങ്ങൾ വരുമ്പോൾ മാത്രം നോട്ട് ചെയ്യാം. അതുകൊണ്ടാണ് ഞാനിത് കണ്ടിന്യൂസ് എടുത്ത് പോകാത്തത്. കാരണം എല്ലാത്തിലും കുറച്ചെങ്കിലും ചെയ്യാനുണ്ട് അല്ലെ. ഇവിടെ റെക്കമെൻഡഡ് നഴ്സിംഗ് പേഷ്യന്റ് റേഷ്യോ ഏതാന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാലും അതേപോലെ തന്നെ റെസ്പിറേറ്ററി ഞാൻ എടുത്ത് പറയുന്നുണ്ട്, എപ്പോഴും ചോദിച്ച് കാണാറുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ. അപ്പൊ അത് നിങ്ങൾ നോട്ട് ചെയ്ത് തന്നെ പഠിക്കുക. റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റ് ആണ് എസെൻഷ്യൽ പാർട്ട് എന്ന് പറയുന്നത്. അപ്പൊ അതൊക്കെ ജസ്റ്റ് മനസ്സിലാക്കി തന്നെ പോവാം. ഓക്കെ, ഒരു ചെറിയ ഭാഗം കൂടി ഉണ്ട്, നമുക്ക് സമയം വേസ്റ്റ് ആക്കണ്ടല്ലേ. കാരണം നമുക്കുള്ള ഒരു ചാപ്റ്റർ വലിയൊരു ചാപ്റ്റർ, അപ്പൊ അതിന് എത്രത്തോളം സമയം എടുക്കുമെന്ന് അറിയില്ല, അനുസരിച്ചിട്ട് എടുക്കുള്ളൂ. എന്തായാലും ഇതൊരു ചെറിയ ഭാഗം കൂടിയാണ്. ICU അഡ്മിഷൻ ക്രൈറ്റീരിയ അപ്പോൾ ജസ്റ്റ് ഒന്ന് എടുത്ത് പോവാം. To optimize ICU resources and enhance outcomes, ICU admission should be guided on the basis of a combination of factors. നമ്മൾ പറഞ്ഞു ICU എന്ന് പറയുന്നത് ചിലപ്പോ ചില സാഹചര്യങ്ങളിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്, കാരണം എല്ലാവർക്കും അവൈലബിൾ ആക്കി കൊടുക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടായ കാര്യമാണ്. അപ്പൊ ശ്രദ്ധിക്കണം ആർക്കൊക്കെയാണ് ഇത് അവൈലബിൾ ആക്കി കൊടുക്കേണ്ടത്. ഒരുപാട് പേഷ്യൻസ് ICUയിൽ ട്രീറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യകത വരുമ്പോൾ ആർക്കാണ് മോസ്റ്റ്ലി ഇത് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് ഉള്ളതനുസരിച്ചിട്ട് തന്നെ ക്രമം അനുസരിച്ചിട്ട് തന്നെ അവർക്ക് അവൈലബിൾ ആക്കി കൊടുക്കണം അല്ലെ. അപ്പൊ ടു ഒപ്റ്റിമൈസ് ICU റിസോഴ്സസ് ആൻഡ് എൻഹാൻസ് ഔട്ട്കംസ്, ICU admission should be guided on the basis of a combination of ചില ഘടകങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ ICUവിന്റെ ഈ റിസോഴ്സസ് മോസ്റ്റ്ലി റിസോഴ്സുകൾ ഉപയോഗപ്രദമായ രീതി പേഷ്യന്റിനാണ് തീരുമാനിക്കുന്നത്. നോക്കാം എന്തിനാണ് ഏതൊക്കെ ഫാക്ടേഴ്സുകളാണ് അതുമായി ബന്ധപ്പെട്ട് തന്നെയെന്ന്. ഫസ്റ്റ് വൺ പറയുന്നത് പ്രയോറിറ്റൈസേഷൻ ഇൻ അക്കോർഡൻസ് വിത്ത് ടു ദ പേഷ്യൻസ് സിവിയറിറ്റി ഓഫ് ഇൽനെസ്. അതായത് ഇച്ചിരി കഠിനമായിട്ടുള്ള പേഷ്യന്റ് അല്ലെ, ഇച്ചിരി പ്രയോറിറ്റി കൊടുക്കേണ്ട പേഷ്യൻസ്, ഇച്ചിരി കൂടി ക്രിട്ടിക്കലി ഇല്ലാണെന്ന് തോന്നുന്ന പേഷ്യൻസ്, അവരെ മോസ്റ്റ്ലി നമ്മൾ ICUവിലേക്ക് കൊണ്ടുപോകണമെന്ന് തന്നെ തീരുമാനത്തിലേക്ക് എത്തിക്കാം. സ്പെസിഫിക് പേഷ്യന്റ് നീഡ്സ് സച്ച് ആസ് ദ ലൈഫ് സപ്പോർട്ടിംഗ് തെറാപ്പീസ്, അതായത് വെന്റിലേറ്ററിന്റെ സഹായം വേണോ, അല്ലെങ്കിൽ മോണിറ്ററിംഗ് മെഷീന്റെ ഒക്കെ അല്ലെ നിരീക്ഷണാർത്ഥം തന്നെ ആ രോഗിയെ പരിചരിക്കേണ്ടതുണ്ട്. അങ്ങനെയുള്ള സ്പെസിഫിക് ആയിട്ടുള്ള ആവശ്യങ്ങൾ ഉള്ള അല്ലെ അത്തരത്തിലുള്ള ലൈഫ് സപ്പോർട്ടിംഗ് മെഷീന്റെ വെന്റിലേറ്റർ എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം എന്തായാലും ശ്വാസം നേരിട്ട് അല്ലെ സ്വമേധയാ ശ്വസിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളുള്ള പേഷ്യൻസ് ഒക്കെയാണ്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള പേഷ്യൻസിന് നമ്മൾ ICUവിലേക്ക് ട്രീറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് വരാവുന്നതാണ്. പിന്നെ ഡയഗ്നോസിസ് തീർച്ചയായിട്ടും നമുക്കറിയാം ചില രോഗനിർണയത്തിന് വേണ്ടിയിട്ട് ചിലപ്പോൾ രോഗികളെ ICUവിൽ തന്നെ കൊണ്ടുപോയി തന്നെ നമ്മളെ പരിചരിക്കേണ്ടി വരും. കാരണം അവരുടെ രോഗം എന്താണെന്ന് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെ ചില മോണിറ്ററിംഗ് മെഷീൻസും കാര്യങ്ങളൊക്കെ വെച്ച് തന്നെ നമുക്ക് മനസ്സിലാക്കിയിരിക്കേണ്ടതായിട്ട് വരും. അങ്ങനെയുള്ള പേഷ്യൻസിന് നമ്മൾ ICUവിലെ ട്രീറ്റ്മെന്റ് ആവശ്യമായിട്ട് വരാം. ദെൻ പ്രോഗ്നോസിസ്, അതായത് പുരോഗതി, അതായത് രോഗം എന്താണെന്ന് പ്രവചിക്കാനായിട്ട് അല്ലെ നേരത്തെ പറഞ്ഞ മാത്രമേ രോഗനിർണയം അല്ലെങ്കിൽ രോഗത്തിന്റെ പ്രവചനാത്മകമായിട്ട് എത്രത്തോളം മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, ഇന്ന കാര്യങ്ങൾ ഇന്ന മെഡിസിൻസ് കൊടുത്തിട്ട്
എത്രത്തോളം വേരിയേഷൻസ് ഒക്കെ വരുന്നുണ്ട് എന്നൊക്കെ ഉള്ളത് നേരത്തെ കൂട്ടി പ്രവചിക്കണമെങ്കിൽ നമുക്ക് ചിലപ്പോൾ ICU ട്രീറ്റ്മെന്റ് ആവശ്യം വരും. ചിലപ്പോൾ ആ ഒരു വ്യക്തിക്ക് മെഡിസിൻ കൊടുക്കണ അനുസരിച്ചിട്ട് ചിലപ്പോൾ ഡള്ളായി പോവാം, അല്ലെ, ചിലപ്പോൾ ഡൗണായി പോവാം, ചിലപ്പോൾ വലിയ കുഴപ്പമില്ലാതെ പ്രോഗ്രസീവ് ആയിട്ട് പോവാം. അപ്പൊ അത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കുക, വേരിയേഷൻസ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കി എടുക്കാനായിട്ട് ICU ട്രീറ്റ്മെന്റ് ആവശ്യമായിട്ട് വരാം. Then potential benefit from interventions. ഓക്കെ, നമുക്കറിയാം സാധ്യമായിട്ടുള്ള നേട്ടം ഉണ്ടോ, അല്ലെ ഇന്ന പേഷ്യൻസിന് ഇവിടെ കൊണ്ടുവന്ന് നമ്മൾ ICU കൊടുത്തു കഴിഞ്ഞാൽ സാധ്യമായ നേട്ടം നേടിയെടുക്കാൻ പറ്റും, അല്ലെ, അവിടെ പരിചരണത്തിന് നല്ല ബെറ്റർ റിസൾട്ട് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് എന്നുള്ള ഒരു ഹോപ്പ് ഉണ്ടെങ്കിലും പേഷ്യൻസിനെ ഇവിടെ കൊണ്ടുപോയി ഇന്റൻസീവ് കെയർ യൂണിറ്റില് പരിചരണം കൊടുക്കാനായിട്ട് ശ്രമിക്കും. ബെഡ് അവൈലബിലിറ്റി, മോസ്റ്റ്ലി നമുക്കറിയാം ബെഡ് അവൈലബിൾ അല്ല എങ്കിൽ പേഷ്യൻസിനെ നമുക്ക് കൊണ്ടുപോയി ട്രീറ്റ്മെന്റ് കൊടുക്കാൻ സാധിക്കില്ല, അല്ലെ. ഇങ്ങനെയൊക്കെയുള്ള ക്രിട്ടിക്കൽ ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഒക്കെ ആണെങ്കിലും ബെഡ് ഇല്ലാതെ നമുക്ക് ആ പേഷ്യൻസിന് അഡ്മിഷൻ കൊടുക്കാനായിട്ട് സാധിക്കില്ല. സോ ഇത്തരത്തിലുള്ള ഘടകങ്ങളെ ആശ്രയിച്ചിട്ട്, അല്ലെ, ഒരുപാട് പേഷ്യൻസ് ഒക്കെ വരുമ്പോഴും നമുക്കറിയാം അവിടെ പ്രയോറിറ്റി അനുസരിച്ചിട്ട് മാത്രമാണ് പേഷ്യൻസിന് അഡ്മിഷൻ കൊടുക്കാനായിട്ട് സാധിക്കുള്ളൂ, അല്ലെങ്കിൽ ബെഡിന്റെ അവൈലബിലിറ്റിക്ക് അനുസരിച്ചിട്ട് കൊടുക്കാൻ സാധിക്കുള്ളൂ. നമുക്കറിയാം ഇന്നിന്ന രീതിയിലുള്ള പേഷ്യൻസിനാണ് അവിടെ ICUയിലെ അഡ്മിഷൻ കൊടുക്കാനായിട്ടുള്ള സാധ്യത. ചിലപ്പോൾ രോഗനിർണയത്തിന് വേണ്ടിയിട്ട്, പ്രോഗ്നോസിസിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇന്റർവെൻഷൻ, അല്ലെ, പൊട്ടൻഷ്യൽ ബെനിഫിറ്റ് ഫ്രം ഇന്റർവെൻഷൻ. ചിലപ്പോൾ ICUയിലെ ആ ഇടപെടൽ കൊണ്ട് ചിലപ്പോൾ രോഗി റിക്കവർ ആവാം, ഈ സിറ്റുവേഷൻസിൽ നിന്ന് റിക്കവർ ആകാൻ ഒരു ഹോപ്പ് ഉണ്ട്. അങ്ങനെയൊക്കെ ഉള്ള ഒരു ചാൻസ് ഉള്ള പേഷ്യൻസിനൊക്കെ ICUയില് അഡ്മിഷൻ കൊടുക്കാനായിട്ടുള്ള സാധ്യതയുള്ളതാണ്. ഓക്കെ, ക്ലിയർ ആണോ? ചെറിയ ഭാഗമല്ലേ? ാണോ? ഓക്കെ, കുറച്ച് ഭാഗങ്ങളാണ് ICUയുമായി ബന്ധപ്പെട്ട്. അത്ര അങ്ങനെ സുഖകരമായിട്ടുള്ള ചാപ്റ്റർ അല്ല, എങ്കിലും നിങ്ങൾക്ക് വലിയ കുഴപ്പമില്ലാതെ ക്യാച്ച് ചെയ്യാൻ പറ്റി കാണും, അല്ലെ, അറിയാവുന്ന കാര്യങ്ങളൊക്കെയാണ്. കാരണം ഒന്നിനോട് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളല്ല, ഓരോ ഭാഗത്തു നിന്നും കുറച്ച് കാര്യങ്ങൾ ഗ്രഹിച്ചെടുക്കുക എന്നുള്ളതാണ്. അപ്പൊ അഡ്മിഷൻ ക്രൈറ്റീരിയയില് വരുന്നത് എന്തൊക്കെയാണോ ഓരോന്നും ഇന്നിന്ന കാര്യങ്ങൾ കൊണ്ട് നമുക്ക് ICUയിൽ അഡ്മിഷൻ കൊടുക്കാം, ആ രോഗിയെ നമുക്ക് റിക്കവർ ചെയ്ത് കൊണ്ടുവരാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഇവിടെ നോട്ട് പോകുന്നത്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? ഏതെങ്കിലും ഭാഗത്ത് ഡൗട്ടുകളുണ്ടോ? ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഞാൻ അൺമ്യൂട്ട് ആക്കിയിട്ടുണ്ട്. ക്ലിയർ ആണോ? ക്ലിയർ. ഇങ്ങനെ തന്നെ എടുത്താൽ മതിയോ? എന്തെങ്കിലും വിദേശ എന്തായാലും വായിച്ചു വരാനായിട്ട് ശ്രമിക്കുക, നോട്ട് ചെയ്ത് വെക്കണം എന്നുള്ള പോയിന്റ്സ് ഒക്കെ നോട്ട് ചെയ്ത് പോവുക. നമുക്ക് നെക്സ്റ്റ് ക്ലാസ് കൊണ്ട് എനിക്ക് തോന്നുന്നു ICU നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു. Thank you, ma'am. Thank you, ma'am. Thank you, ma'am.